അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ജൂൺ മാസം 15-ാം തീയതി ദൈവകൃപയിൽ ആശ്രയിച്ച് മനുഷ്യൻ മരിച്ചാൽ പിന്നെ എവിടെ എന്നുള്ള വിഷയത്തോടെ ബന്ധത്തിൽ നടക്കുന്ന പഠന പരമ്പരയുടെ 3-ാമത്തെ ക്ലാസ്സിലാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നടന്ന ക്ലാസ്സുകൾ അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. നാം ഈ പഠനത്തോടുള്ള ബന്ധത്തിലുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതിനുശേഷമായി വളരെ ആഴമായ രീതിയിൽ നാം കാര്യങ്ങളെ പഠിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പഠിക്കുവാനും കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഇതുവരെ നാം പഠിച്ച വിഷയങ്ങളെ ഒന്നുകൂടി വിശകലനം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണെന്ന് ദൈവാത്മാവിൽ ചിന്തയുള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസം പഠിച്ച വിഷയങ്ങളുടെ ഒരു പുനർചിന്തനം നടത്തുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. പ്രത്യേകിച്ച് മറ്റ് ഇതര പുസ്തകങ്ങൾ വായിക്കുന്നവർക്ക് നമ്മുടെ മലയാള പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷനിൽ വരുന്ന അപാകതകൾ ഒരുപക്ഷെ അവർക്കത് മനസ്സിലാകാതെ പോകാറുണ്ട്. അതിൻ്റെ കാരണം ഈ സ്വർഗം, നരകം, പാതാളം, അഗാധം ഇങ്ങനെയുള്ള പല വിഷയങ്ങളെക്കുറിച്ചുമുള്ള യഥാർത്ഥമായൊരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് വിവിധ ഭാഷകളിൽ നിന്നുള്ള ഹിബ്രു അതുപോലെ ഗ്രീക്ക് പദങ്ങളിൽ നിന്ന് കൺവേർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒക്കെയുള്ള ഒരുപാട് അപാകതകൾ ഈ വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മളിത് പഠിപ്പിച്ചു പോകുമ്പോൾ ഇതിനെ എല്ലാവരും ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുന്നത് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നവർക്ക് അന്നേരം അതിൻ്റെ സംശയം വരും. പിന്നെ ഹീബ്രു അങ്ങനെയുള്ള ഗ്രീക്ക് ലാംഗ്വേജൊക്കെ പഠിക്കുന്നവർക്ക്. എന്നാൽ ഒരു കാര്യം വാസ്തവത്തിൽ നമ്മളിത് മനസ്സിലാകട്ടെ, നമ്മുടെ കയ്യിലിരിക്കുന്ന മലയാളം ബൈബിള് അതും ഏതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേഷൻ ചെയ്ത് കിട്ടിയതാണല്ലോ. അപ്പം അതിന് ഒരു മൂലമായിട്ടുള്ള ഗ്രന്ഥം ഉണ്ടല്ലോ, അതല്ലാതെ ഇത് ആരും തനിയെ എഴുതി വെച്ചതല്ല. അപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന മലയാളം ബൈബിളിനകത്ത് ഭാഷകൾക്ക് അത് ആ ഓരോ വാക്കുകളും എഴുതിയിരിക്കുന്നത് അതാരും അവരുടെ സന്തോഷത്തിൽ ചെയ്തതല്ല. അതിൻ്റെ എല്ലാം പിമ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആഴമേറിയ കരുതൽ ഓരോ വാക്കുകൾക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ പഠനത്തിൽ മനസ്സിലാക്കണം. ചിലർ തർക്കിക്കാനായിട്ട് വാദിക്കാനായിട്ട് ഇത് പഠിപ്പിക്കുന്ന അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, അതിൻ്റെ അർത്ഥം ഇതാണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ വാദഗതികൾ ഉയർത്താം. അതുകൊണ്ട് അങ്ങനെ ഉയർത്തപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന മലയാളത്തിൻ്റെ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ഈ പുസ്തകം ആരും സ്വന്തമായിട്ടിരുന്ന് വീട്ടിലിരുന്ന് എഴുതിയതല്ല, ഇതൊക്കെ മൂലഭാഷയിൽ നിന്ന് തന്നെ വിവർത്തനം ചെയ്ത് രേഖപ്പെടുത്തിയതാണ്. പിന്നെ പല ഭാഷകളിലേക്ക് വന്നപ്പോൾ അറിയാൻ കഴിയാത്തത് കൊണ്ട് പലരും പലതിനെയും അവരുടേതായിട്ടുള്ള രീതിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടുണ്ടായ ഒരു കൺഫ്യൂഷൻ അഥവാ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് പലപ്പോഴും ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള സംശയത്തിന് കാരണമായിത്തീരുന്നത്. അത് മറ്റൊന്നുമല്ല, പാതാളം എന്താണ്, അധമപാതാളം എന്താണ്, നരകം എന്താണ്, അഗാധം എന്താണ്, ഭൂമിക്ക് കീഴിലെന്താണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് വാസ്തവമായിട്ടുള്ളൊരു പഠനം പലർക്കും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് പല സംശയങ്ങളും, ഇപ്പോൾ ഷിയോൾ എന്ന വചനവും ഹെയ്ഡ്സ് എന്ന് പറയുന്ന വചനവും അത് രണ്ടും നോക്കുമ്പോൾ അത് അധമ പാതാളത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാതാളത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഹെയ്ഡസ് എഴുതിയിരിക്കുന്നതും ഷിയോൾ എന്ന് എഴുതിയിരിക്കുന്നതും ഇതിൻ്റെ ഡിഫറൻസ്, ഒന്ന് ഹെയ്ഡസ് എന്നുള്ളത് ഗ്രീക്ക് പദമാണെങ്കിൽ ഷിയോൾ എന്നുള്ളത് ഹീബ്രു പദമാണ്. പക്ഷെ ഇതിനെ ചിലർ ഹെയ്ഡസ് എന്നുള്ളത് നരകമാണെന്ന് പഠിപ്പിക്കുന്നു, ഷിയോൾ എന്ന് വേറെതാണെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബൈബിളിനകത്ത് ഏതായാലും പാതാളം എന്നുള്ളതുണ്ട്. അപ്പോൾ പാതാളം എന്നുള്ളത് ഭൂമിക്ക് കീഴിലാണെന്നുള്ളതും വളരെ വസ്തുതാപരമായ സത്യമാണ്. അപ്പോൾ ഈ പാതാളത്തെക്കുറിച്ച് നമുക്ക് മലയാളം ബൈബിളിൻ്റെ അകത്ത് പാതാളമെന്നും അധമ പാതാളമെന്നും രണ്ട് ഭാഗമുണ്ടെന്നുള്ളതും വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് നിരവധി വചനങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ആ ഭാഗം എടുക്കുമ്പോൾ അത് സംബന്ധമായി കൂടുതൽ പഠനം നടത്തുന്നതായിരിക്കും. അതിൽ പ്രാരംഭത്തിൽ കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ പറയുന്ന ഭാഷകളിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ട്രാൻസ്ലേഷനുകളിൽ വ്യത്യസ്ത ഭാഷകളിൽ അവർ നോക്കുമ്പോൾ
ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ അന്നേരം വിചാരിക്കും ഇത് എവിടുത്തെ ഒരു ലേമൻ സ്റ്റഡിയാണ്, അതുകൊണ്ട് ഇതിനകത്ത് വലിയ ആധികാരികതയില്ല എന്നുള്ള രീതിയിൽ പലരും തള്ളിക്കളയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലേമൻ സ്റ്റഡി അല്ലെങ്കിൽ ഒരു ആധികാരികത ഇല്ലാത്ത പഠനമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ അത് വളരെ സത്യസന്ധമായിട്ട് ട്രാൻസ്ലേഷൻ ചെയ്ത് കിട്ടിയതാണെന്നും ഇത് വെച്ച് പഠിപ്പിച്ചാൽ വളരെ കൃത്യമാകും എന്നുള്ളതും കഴിഞ്ഞ നാളുകളിൽ പഠനത്തിലൂടെയും പഠിപ്പിക്കലൂടെയും എളിയൊരു മനസ്സിലായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ കേൾക്കുന്ന ആർക്കെങ്കിലും ഇത് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് മാറ്റണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രവേശിക്കുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നീട് പലർക്കും അതേക്കുറിച്ചുള്ള സംശയമുണ്ടാകും. ഒരു ബൈബിൾ വായിക്കും, അത് ഇല്ലല്ലോ എന്ന് വിചാരിക്കും, ഈ പറഞ്ഞ കാര്യങ്ങൾ അത് കണ്ടില്ലല്ലോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അത് സംബന്ധമായിട്ടുള്ള വളരെ എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന രീതിയിൽ ഈ കാര്യങ്ങളെ പഠിപ്പിക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഇപ്പം നമുക്ക് മരണാനന്തരകൾ 8 മരണാനന്തരകൾ ഉണ്ടെന്നുള്ളത് നാം അതിനെ അടിസ്ഥാനപ്പെട്ട് പഠിക്കാനായിട്ടെടുക്കുന്ന വേദപുസ്തക ഭാഗം 3 വചനങ്ങളെ ആധാരമാക്കിയാണ് നാം അത് പഠിക്കുന്നത്. 3 വചനങ്ങളെക്കുറിച്ച് 3 ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ 7 മരണാനന്തരങ്ങളെക്കുറിച്ചുള്ള പഠനം നമുക്ക് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തെ ആധാരമാക്കിയും വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 13-ാമത്തെ വാക്യത്തെ ആധാരമാക്കിയും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പിന്നെ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് അത് മീതെയുള്ള പാതാളത്തെക്കുറിച്ചുള്ള കാര്യം ഈ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്താതിരിക്കുന്നത്. അതുകൊണ്ടാണ് 7 മരണാനന്തരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൻ്റെ പഠനത്തിൽ നിന്ന്, വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന്, ഭാവികാല ബന്ധത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്ന് നമുക്കത് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ 8-ാമത്തെ അല്ലെങ്കിൽ നാം 8 മരണാനന്തരങ്ങൾ പഠിച്ചാൽ 7 ഇതിനകത്തുണ്ടെങ്കിൽ ഈ ഒരെണ്ണത്തെക്കുറിച്ചുള്ള കാര്യം എന്തുകൊണ്ട് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഉത്തരമാണ് അത് യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി അവിടെയുള്ളവർ ഉദ്ധരിക്കപ്പെട്ടതുകൊണ്ട് പിന്നീട് മീതെയുള്ള പാതാളം അല്ലെങ്കിൽ അപ്പർ ഹെയ്ഡ്സ് ഇല്ല. കാരണം അവിടേക്ക് ആത്മാക്കൾ ഇറങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഈ 8-ാമത്തെ മരണാനന്തര നിരയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്താതിരിക്കുന്നത്. എത്ര കൃത്യമായിട്ടുള്ള കാര്യമാണ് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ പഠിപ്പിച്ചു വരുമ്പോൾ വീണ്ടും ഈ മീതെയുള്ള പാതാളം അല്ലെങ്കിൽ പാതാളത്തെക്കുറിച്ചോ അതിൻ്റെ അബ്രഹാമിൻ്റെ മടിയെക്കുറിച്ചോ ഇവിടെ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്കത് കൺഫ്യൂഷനായി പോകുമായിരുന്നു. പക്ഷെ വേദപുസ്തകത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അത് വളരെ കൃത്യതയോടെയാണ് രേഖപ്പെടുത്തുന്നത്. നമ്മൾ പഠിപ്പിക്കുന്നതും അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിഷയം 7 നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യവും അതുപോലെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 13-ാമത്തെ വാക്യവും വായിച്ചിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ 7 മരണാനന്തര നിരകളെക്കുറിച്ച് ഇന്ന് പഠിപ്പിക്കും. ഇപ്പോൾ 8-ാമത്തെ മരണാനന്തരയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്താത്തതിൻ്റെ കാരണം ഭാവി ഉള്ള ബന്ധത്തിൽ അഥവാ പുരാതന ലോകത്തുണ്ടായിരുന്ന വിശുദ്ധന്മാരുടെ മരണാനന്തര നിരയായിരുന്ന നീതിമാന്മാരുടെയും സിദ്ധന്മാരുടെയും മരണാനന്തര നിരയായിരുന്നത് മീതെയുള്ള പാതാളമായിരുന്നു. അതിന് അബ്രഹാമിൻ്റെ മടിയായിരുന്നു. അത് പുതിയ നിയമത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അതേക്കുറിച്ച് പരാമർശമില്ലാത്തത്. ഈ വിഷയം മനസ്സിലാക്കിയിട്ട് വേണം എല്ലാ പ്രിയ ശ്രോതാക്കളും ഇതേക്കുറിച്ച് ചിന്തിക്കാനായിട്ട്. ഇപ്പോഴും അബ്രഹാമിൻ്റെ മടിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന അനേകരുണ്ട്. ഞാൻ പെന്തക്കോസ്തിലുള്ള പലരും, ഈവൻ വചനം അറിയാവുന്ന പറയുന്ന പലരും പോലും അബ്രഹാമിൻ്റെ മടിയെക്കുറിച്ചൊക്കെ ഈ പറയുന്ന ഇപ്പോൾ അവിടേക്ക് ആത്മാക്കൾ പോകുന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ്. അവിടേക്ക് ഇപ്പോൾ ആരും പോകുന്നില്ല. കാരണം കർത്താവ് അബ്രഹാം ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് അവിടുന്ന് കരേറിപ്പോയി ആ നിലവാരത്തിലുള്ളവരെ എത്താനായിട്ടുള്ള സ്ഥലങ്ങൾ അത് അവിടുന്ന് അവരെ ഉദ്ധരിച്ചു. കർത്താവ് മീതെ കയറി മരിച്ച ആദ്യം കർത്താവ് ചെയ്ത പ്രവൃത്തി മരിച്ചവരോട് പോയി സുവിശേഷം അറിയിച്ചു. പാതാളത്തിൽ പോയി സുവിശേഷം അറിയിച്ചു. പാതാളത്തിൽ എന്ന് പറഞ്ഞാൽ അധമപാതാളത്തിലല്ല. അവിടെ പോയി കർത്താവ് ഒരു വിടുതൽ കൊടുക്കാൻ താല്പര്യപ്പെട്ടിരുന്നെങ്കിൽ നരകത്തിൽ പോയി പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതിനെ. കാരണം അവരൊരു രക്ഷയ്ക്ക് വേണ്ടി കാത്തു കിടക്കുക.
ഏതെങ്കിലും വിധത്തിലൊരു വിടുതലിന് വേണ്ടി കാത്തു കിടക്കുക. ജീവനോടിരുന്നപ്പോൾ തള്ളിക്കളഞ്ഞതാ, മരണാനന്തരം കാത്തു കിടക്കി എങ്ങനെയെങ്കിലും വിടുതൽ കിട്ടുമോ എന്ന് വിചാരിച്ചു കിടക്കുക. അവിടെയല്ല പോയി കർത്താവ് സുവിശേഷം അറിയിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ അവിടെ മുഴുവൻ കാലിയായാണ്, ഒരൊറ്റ എണ്ണം പോലും അവിടെ കിടക്കത്തില്ലായിരുന്നു. പക്ഷെ എന്നാൽ കർത്താവ് മീതയുള്ള പാത അബ്രഹാമിനോടൊക്കെയാണ് അവിടെ പോയി സുവിശേഷം അറിയിച്ച്. സുവിശേഷം വന്നത് കർത്താവിൻ്റെ വിടുതലാണ്. കർത്താവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കരയേറി. അതുകൊണ്ട് അബ്രഹാമിൻ്റെ മടി എന്നുള്ളൊരു ഭാഗം ഇപ്പോൾ, അഥവാ മീതയുള്ള പാതാളം അല്ലെങ്കിൽ അപ്പർ ഹേഡ്സ് ഇല്ല എന്നുള്ളത് വചനത്തെ അടിസ്ഥാനത്തിൽ തെളിയിക്കുന്നു. എങ്കിലും മീതയുള്ള പാതാളത്തെക്കുറിച്ചും അവിടെ കടന്നുപോയതിനെക്കുറിച്ചും ഞാൻ ചിന്തിക്കുന്നതായിരിക്കും. പക്ഷെ എന്നാൽ വേഗത്തിൽ ചിലർ മുൻവിധിയോടുകൂടി പഠനങ്ങളെ റിജക്റ്റ് ചെയ്യാറുണ്ട്, തള്ളിക്കളയാറുണ്ട്. ഇതിന് സാധുത ഇല്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷെ അവരോട് ഞാൻ ഇന്ന് രാത്രി റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഈ വചനത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കേൾക്കണം. ഒരു വചനം കേട്ടിട്ട് അതിൻ്റെ മുമ്പും കേൾക്കാതെ പെട്ടെന്ന് മുൻവിധി എടുത്ത് റിജക്റ്റ് ചെയ്തു പോകാതെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ദൈവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഗ്രഹിച്ചെടുക്കുവാൻ അല്പം സാവകാശവും ഒരു സാവകാശം കാണിക്കണമെന്നാണ് ഞാൻ അങ്ങനെ അതുള്ളവരോട് പ്രത്യേകം ഓർപ്പിക്കുന്നത്. ഇത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എപ്പോൾ ഏത് ഭാഷയിലുള്ള വിഷയങ്ങൾ സംശയം വന്നാലും അത് ചോദിച്ചാൽ അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് അതിൻ്റെ സംശയ നിവാരണം വരുത്തുവാനും ഞാൻ ഉത്തരവാദിത്വം ഉള്ളവനായിരിക്കുമെന്നും വിശേഷാൽ ഓർപ്പിക്കുന്നു. ഇപ്പോൾ 5-ാമത്തെ അധ്യായം വെളിപ്പാട് 5-ാം അധ്യായം 13-ാമത്തെ വാക്യം ഞാൻ മലയാളത്തിൽ വായിക്കാം. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉള്ളവർക്ക് അത് വായിക്കാം. വായിച്ചിട്ട് അവർക്കും അത് തമ്മിലുള്ള വ്യത്യാസം, ഇനി തമിഴ് ബൈബിളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, തമിഴ് ബൈബിള്, ഹീബ്രു ആണെങ്കിൽ ഹീബ്രു, അല്ല നിങ്ങൾ ഗ്രീക്ക് ആണെങ്കിൽ ഗ്രീക്ക്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, ഒറിയ ആണെങ്കിൽ ഒറിയ, ഏത് ഭാഷ എടുത്ത് പഠിച്ചാലും ഇതിനകത്തൊന്നും അടിസ്ഥാനപരമായ പഠിപ്പിക്കലുകൾക്ക് മാറ്റം വരുത്തുന്നില്ല. അത് നമ്മളതേ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള കൂടുതൽ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് പോകുന്നതിൻ്റെ അകത്ത് ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് ഉള്ളി തൊലിച്ചു പോകുന്നത് പോലെയുള്ളൂ. ഉള്ളി നമ്മൾ ഒളിച്ചു പോയി കഴിഞ്ഞാൽ അതൊന്നും കാണത്തില്ല എന്ന് പോലെയുള്ളൂ. അപ്പം അതല്ല, അതിനകത്ത് എല്ലാ ഭാഷകളോടും കൂടി വെച്ച് പഠിച്ച് അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം ഉള്ളി നമ്മൾ പൊളിച്ച് പോയി കഴിഞ്ഞാൽ ഒന്നും കാണാത്ത പോലെ വിവിധ ചിന്തകളും പഠനങ്ങളും എല്ലാം എടുത്ത് ഇങ്ങനെ ഒരുപാട് പഠിപ്പിച്ച് അവസാനം ഒന്നുമില്ലാതെ കൺഫ്യൂഷനായിട്ട് പിന്നെ പോകും. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യസന്ധമായതുകൊണ്ട് അത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ അതിൻ്റെ ആധികാരികത ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് രാത്രിയിൽ ഞാൻ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ചോദിക്കും, ഇത് എവിടുന്നാണ് കിട്ടിയത്, ആര് പറഞ്ഞിട്ട് എങ്ങനെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചോദ്യം വരാം. അതുകൊണ്ട് വചനത്തിലുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതെന്നുള്ളതും വ്യാഖ്യാനിക്കേണ്ടടുത്ത് മാത്രം വ്യാഖ്യാനിക്കുകയും ബാക്കിയുള്ളതെല്ലാം വചനത്തിൽ ഉണ്ടെന്നുള്ളത് പഠിപ്പിക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ പ്രാരംഭത്തിൽ ഞാൻ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഞാൻ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്ന സമയത്ത് ഇത് എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഉൾപ്പെടാത്ത പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് ഈ യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ 1 മണിക്കൂറൊക്കെ, ചിലപ്പോൾ 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളാണ് കിടക്കുന്നത്. അത്രയൊന്നും ഇന്നത്തെ ആൾക്കാർ കേൾക്കാൻ ക്ഷമയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഇത്രയും ദീർഘമായിട്ട് പഠിപ്പിച്ചു വിടുന്നത് എന്തെങ്കിലും ഒരു സമയം വരുമ്പോൾ ആരെങ്കിലും ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ സംശയം ഇല്ലാതെ പഠിക്കത്തക്ക രീതിയിലാണ് അത് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷമയോടെ അതൊക്കെ കേൾക്കാമെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങൾ നേരത്തെ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്ന സൃഷ്ടികൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിലുണ്ട്, ഭൂമിയിലുണ്ട്, ഭൂമിക്ക് കീഴിലുണ്ട്, സമുദ്രത്തിലുണ്ട്. ഇങ്ങനെ ഈ പറയുന്ന സ്വർഗം, ഭൂമി, ഭൂമിക്ക് കീഴിൽ സമുദ്രം, ഇങ്ങനെയുള്ള 4 സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ഭൂമിക്ക് കീഴിൽ സമുദ്രം. ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ
ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികൾ ഉണ്ട് എന്നുള്ളത് വേദപുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം സൃഷ്ടിച്ച സ്വർഗീയ പരദീസകളിൽ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികൾ ഉണ്ടായിരുന്നു. ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും ദൈവത്തെയാണ് പാടിപ്പുകഴ്ത്തുന്നത്. ഇപ്പം മനുഷ്യൻ ഇവിടെ സ്തുതിക്കുന്നതിന് മുമ്പായി തന്നെ ഭൂമിയിലെ മൃഗങ്ങളും പക്ഷികളുമൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഭൂമിക്ക് കീഴിൽ ദൈവമായ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന സൃഷ്ടികളുണ്ട്. അവിടെയുള്ളവരും ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ പർദീസമുള്ളവർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭൂമിയിൽ മനുഷ്യൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ചരാചരങ്ങളെ ദൈവം സൃഷ്ടിച്ചിരുന്നു. അവയെല്ലാം തങ്ങളുടെ ആകാരം ദൈവത്തെ അവർ പാടിപ്പോഴ്ത്തുന്നുണ്ട്. സൃഷ്ടികൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ജീവജാലങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ എഴുന്നേറ്റ് പാടുന്നത് മനമേ പക്ഷി ഉണർന്നിത പാട്ട് പാടുന്നൊക്കെ പാടിയത്. അപ്പോൾ പക്ഷി പാടാൻ തുടങ്ങിയത് നമ്മൾ പാടിയത് ശേഷമാണ്. നമ്മൾ പാട്ട് എഴുതുന്നതിന് മുമ്പ്, നമ്മൾ പാടുന്നതിന് മുമ്പ്, നമുക്ക് മുമ്പ് ഈ സൃഷ്ടികളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പം ആദ്യം സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുമായിരുന്നു, ദൈവത്തെ സ്തുതിച്ചിരുന്നു. അപ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടല്ല ആരാധന തുടങ്ങിയത്. മനുഷ്യ സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം ഉണ്ടാക്കിയിരുന്ന സ്ഥലങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ ദൈവജനം വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഈ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ എന്തുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പറയുമ്പോൾ, ഇത് മനുഷ്യൻ്റെ മരിക്കുന്നതിന് മുമ്പ് തന്നെ, മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുണ്ട്. പർദീസയിൽ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുണ്ട്, ആർക്കും സംശയമില്ല. ഭൂമിയിൽ ദൈവം മനുഷ്യൻ 6-ാം ദിവസമാണ്. അതിന് മുമ്പ് സകല സൃഷ്ടികളെ ദൈവം സൃഷ്ടിച്ചിരുന്നു. അതിന്നും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അതുപോലെ ഭൂമിക്ക് കീഴിൽ എന്താണെന്നുള്ളത് ഞാൻ വെളിപ്പെടുത്തരാം. ഭൂമിക്ക് കീഴിൽ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അവിടെ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുണ്ട്. ഇതിനെ ശരിയായ രീതിയിൽ പഠിച്ചാൽ അത് യാഗപീഠത്തിന് കീഴിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതേക്കുറിച്ച് വളരെ സവിസ്തരമായി പഠിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. യാഗപീഠം എന്നുള്ളത് യാഗപീഠത്തിന് കീഴിൽ ആത്മാക്കളെ കണ്ടു എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവം എന്ന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഗീതവുമായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. ആത്മാക്കളെ കണ്ടു എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് യാഗപീഠത്തിന് കീഴിൽ. ഏത് യാഗപീഠം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ തെറ്റായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് പോകരുത്. ആരാണ് യാഗമായി തീർന്നത്? കർത്താവായ യേശു ക്രിസ്തുവാണ്. എവിടെയാണ് അവൻ യാഗമായി തീർന്നത്? ഭൂമിയിലാണ് യാഗമായി തീർന്നത്. അപ്പോൾ ഭൂമിക്ക് കീഴിൽ വന്നതിനെ പറഞ്ഞിരിക്കുന്നത് യാഗപീഠത്തിന് കീഴിലാണ്. സ്വർഗാസ്വർഗത്തിൽ യാഗപീഠമുണ്ട്. അതുപോലെ യേശുവിൻ ദേവാലയത്തിൽ അല്ലെങ്കിൽ അവിടെയുള്ള സ്ഥലങ്ങളിൽ യാഗപീഠമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെയൊന്നും അല്ല ദൈവം ആത്മാക്കളെ വെച്ചിരിക്കുന്നത്. ഭൂമിയാകുന്ന പ്രാഹാരത്തിൽ യേശു യാഗമായി തീർന്നു. അപ്പം യാഗമായി തീർന്ന ഭൂമിക്ക് കീഴിൽ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുണ്ട്. അവിടേക്ക് ആത്മാക്കളെ വിടുന്ന ഒരു സമയമുണ്ട്. അത് എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിലാണെന്നുള്ളത് നമ്മൾ തുറന്നു പഠിക്കും. പുള്ളി യാഗപീഠത്തിന് കീഴിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമിക്ക് കീഴിലാണ്. അത് ക്രിസ്തു യാഗമായി തീർന്ന യാഗപീഠം ഭൂമിയാണ്. അപ്പോൾ ഭൂമി കർത്താവ് യാഗമായി തീർന്നുകൊണ്ടാണ് ഭൂമിക്ക് കീഴിൽ ദൈവത്തെ സ്തുതിക്കുക സൃഷ്ടികൾ ഉണ്ടെന്ന് പറയുകയും അവിടെ അതിനെ നമ്മൾ യാഗപീഠത്തിന് കീഴിൽ എന്നുള്ള അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. പിന്നീട് സമുദ്രത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ജീവജാലങ്ങളുണ്ട് അവിടെ. അപ്പോൾ അവ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഹെവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഹെവൻസ് ആണ് എന്നുള്ള വചനത്തെ അടിസ്ഥാനത്തിൽ അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്ക് എടുത്താൽ വളരെ കൃത്യം. ഇവിടെ സ്വർഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുക. സ്വർഗങ്ങളും ഉണ്ട്. സ്വർഗങ്ങൾ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയെന്നാണ്. പക്ഷെ അതിൻ്റെ ഇംഗ്ലീഷ് കാണുമ്പോൾ സാധിക്കുന്നത് ഈ എർത്ത് എന്നുള്ളത് അത് സിംഗുലർ ആണെങ്കിൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദ എർത്ത്.
അപ്പോൾ ഈ ഹെവൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം സൃഷ്ടിച്ച സ്വർഗാസ്വർഗത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന നാം പർദീസയെ മൂന്നായിട്ട് ചിന്തിച്ച് അതിനെ വിഭജിച്ച് പഠിക്കുമ്പോൾ ദൈവം ബിഗിനിങ്ങിൽ അഥവാ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ്, ഒന്നാമത്തെ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഒന്നാമത്തെ ആകാശത്തെ സൃഷ്ടിച്ചപ്പോൾ അതിനെ ആകാശങ്ങളായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഹെവൻസ് പ്ലൂറല സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ആ ഒരു വചനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് മൂന്നാം സ്വർഗം, രണ്ടാം സ്വർഗം, ഒന്നാം സ്വർഗമെന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒന്നാം സ്വർഗം പഠിപ്പിക്കുന്നത്, രണ്ടാം സ്വർഗം എന്നുള്ളത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, മൂന്നാം സ്വർഗം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നോക്കുമ്പോൾ പർദീസയിൽ നിന്നാണ് തുടക്കമിടുന്നത്. പർദീസയെക്കുറിച്ച് അത് സ്വർഗത്തോട് ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അത് സംശയം മാറാൻ വേണ്ടി പഠിപ്പിച്ചു പോകുമ്പോൾ വല്ലെങ്കിൽ സംശയം തോന്നും, ഈ ഫസ്റ്റ് ഹെവൻ ഏതാണ്, സെക്കൻഡ് ഹെവൻ ഏതാണ്, തേർഡ് ഹെവൻ ഏതാണ്, അപ്പോൾ അത് ബൈബിളിൽ ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു വരുമ്പോൾ പിന്നെ നമ്മൾ തുറന്ന് പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ ആത്മാക്കൾ എത്തുന്നതിനെക്കുറിച്ചും ഇതിനെ മീതിയുള്ള വിഷയങ്ങളോട് ബന്ധത്തിൽ വെളിപ്പെടുത്തിയതിനെക്കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ കൃത്യമാണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കും. പക്ഷേ മുൻവിധിക്കാരായ ചിലർ വേഗത്തിൽ ഇത് വായിച്ച് കണ്ടിട്ട് ഇത് തെറ്റാണ്, ഇത് ഭാഷ ശരിയല്ല, അല്ലെങ്കിൽ ഇത് വചനത്തിൽ ഉള്ള കാര്യങ്ങളല്ല എന്നുള്ള ഒരു മുൻവിധി എടുക്കാൻ സാധ്യതകളുള്ളതുകൊണ്ടും അതങ്ങനെയല്ല, ഇത് വചനാടിസ്ഥാനത്തിലാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയുമാണ് ഞാൻ ഇത്രയും സ്പഷ്ടമായിട്ട് ഈ കാര്യങ്ങൾ വളരെ തുടർന്ന് ഇന്നത്തെ ഈ പഠനത്തിൽ ഞാൻ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ സ്വർഗങ്ങളുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ ബൈബിൾ വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്. അത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്നേ ഉള്ളൂ. പക്ഷെ അതിന് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ ഹെവൻസ് ആൻഡ് ദ എർത്ത്. അപ്പോൾ ഭൂമി ഒന്നേ ഉള്ളൂ. പക്ഷേ പർദീസയെ അല്ലെങ്കിൽ ഒന്നാമത്തെ ആകാശത്തെ അതിനെ 3 തട്ടുകളായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരുന്നതെന്ന് ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 3 തട്ടുകളായിട്ടാണ്. അതിന് ആധാരമായി നാം എടുക്കുന്നത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാണ് ഈ 1ഉം 2ഉം സ്വർഗങ്ങൾ കൂടിയുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ മുഴുവൻ വായിക്കാം. നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് എവിടുന്നാണ് എന്നുള്ളതായ ആ ചിന്ത വരുമ്പോൾ അത് ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് തന്നെ ഹെവൻസ് എന്നുള്ള അർത്ഥം, അത് സ്വർഗാസ്വർഗത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ദൈവം സൃഷ്ടിച്ചത് ഒന്നാമത്തെ ആകാശം, ഒന്നാമത്തെ ഭൂമി ദൈവം സൃഷ്ടിച്ചു. അതിനെയാണ് ഹെവൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടി 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം എൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിച്ചു കൂടാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്ത വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ഇവിടെ വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന 3-ാം സ്വർഗം ഉൾപ്പെടുന്നത് പറുദീസയാന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അതിൻ്റെ 3-ാം വാക്യത്തിൽ ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. അപ്പോൾ പറുദീസയിലോളം എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് 3-ാം സ്വർഗം എന്ന് പറയുമ്പോൾ അത് പറുദീസയാണെന്നുള്ളതിൻ്റെ ഇക്വലൈസ് ചെയ്തു. അത് ആണെന്ന് സമ്മതിക്കുകയാണ്. നമ്മൾ എവിടേക്കാണ് എടുക്കപ്പെട്ടത്? 3-ാം സ്വർഗത്തിൽ എടുക്കപ്പെട്ടു. 3-ാം സ്വർഗം എവിടെയാണുള്ളത്? പറുദീസയാണ്, പാരഡൈസിലാണ്. അപ്പോൾ 1-ാമത്തെ ആകാശമാകുന്ന പറുദീസ, അവിടേക്കാണ് പൗലോസ്
അവൻ മരിച്ചവനെ പോലെ ആയപ്പോൾ അവന്റെ അകത്തെ മനുഷ്യൻ എടുക്കപ്പെട്ടത്. അപ്പൊ അത് ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു, പാരഡൈസിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പാരഡൈസ് ആണ് ഹെവൻസ് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഹെവൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പാരഡൈസ് ആണ് എന്നുള്ളതിന്റെ സംശയം ഇന്ന് രാത്രിയിൽ മാറിക്കിട്ടണം, ഈ പഠനത്തിൽ മാറിക്കിട്ടണം. അപ്പോൾ പാരഡൈസ് എന്ന് പറഞ്ഞാൽ അത് ഹെവൻസ് ആണ്. അപ്പോൾ അവിടെ അതിനെയാണ് ദൈവം ആദ്യം സൃഷ്ടിച്ചത്. പറുദീസയെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്മളെ മനുഷ്യനോടും ഭൂതന്മാരുടെ ബന്ധത്തിൽ ബാക്കിയുള്ള സൃഷ്ടികളെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. കാരണം കർത്താവിന്റെ സൃഷ്ടിയെക്കുറിച്ചോ എവിടെയാണെന്നോ എന്തൊക്കെയോ സൃഷ്ടികളുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരെത്തും പിടിയില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വേദവസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലാതെ ഇത് മാത്രമാണ് ദൈവം സൃഷ്ടിച്ചെന്നോ ഈ സൃഷ്ടികളുള്ളതെന്നുള്ളതൊന്നുമല്ല നാം പഠിപ്പിക്കുന്നത്. നമുക്ക് വേദവസ്തു എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത പഠിക്കുമ്പോൾ പാരഡൈസ് എന്നുള്ളത് ഹെവൻസ് ആണ് എന്നുള്ളത് ഈ വാക്യത്തിൽ വ്യാഖ്യാനിച്ചത് തെറ്റല്ലല്ലോ. അത് അംഗീകരിക്കാൻ യോഗ്യമായിട്ടുള്ളതല്ലേ? അപ്പോൾ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്കല്ല എടുക്കപ്പെട്ടത്. മൂന്നാം സ്വർഗം ഉൾക്കൊള്ളുന്നത് പറുദീസയാണ് എന്നത് വെളിപ്പെടുത്തുമ്പോൾ കർത്താവ് സൃഷ്ടിച്ചത് ഒന്നാമത്തെ ആകാശത്തിൽ അത് പാരഡൈസ് ആയിരുന്നുള്ളതും ആ പാരഡൈസ് ആകുന്ന പറുദീസയിൽ മൂന്നാമത്തെ സ്വർഗമുണ്ട് എന്നുള്ളതും വെളിപ്പെടുത്തുമ്പോൾ അങ്ങനെയാണെങ്കിൽ 1ഉം 2ഉം സ്വർഗമുണ്ട് എന്നുള്ളത് ഞാൻ വ്യാഖ്യാനിക്കുന്നു. ആ ഒരു അടിസ്ഥാനത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ 1-ാം സ്വർഗമുണ്ട്, 2-ാം സ്വർഗമുണ്ട്, 3-ാം സ്വർഗവുമുണ്ട്. സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന വിശുദ്ധന്മാരെ അഥവാ മീതെയുള്ള യെരൂശലേമിനോട് ബന്ധപ്പെടുവാൻ യോഗ്യത പ്രാപിക്കുന്നവരെ മരണാനന്തരം ദൈവം കൊണ്ടുയാക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്ന ദൂതന്മാരുള്ള ആ പറുദീസിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരെ അവിടെ പ്രവേശിപ്പിക്കും ദൈവത്തിൻ്റെ കൃപയാൽ. അങ്ങനെ ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ് പുതിയ നിയമത്തിൽ തുറക്കപ്പെട്ടത്. ഇപ്പോൾ പറുദീസിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി തീർത്തത് യേശു കർത്താവിൻ്റെ മരണത്തോടു കൂടിയാണ്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി എന്ന് പറയുമ്പോൾ അവനോട് കൂടെ മരിച്ച അന്ന് ആ കാലഘട്ടത്തിൽ ഏറ്റവും ഭാഗ്യകരമായ മരണത്തിന് യോഗ്യനായി തീർന്ന, ഇവിടുന്ന് വേർപെട്ടതിൽ അന്ന് ജീവിച്ചവരിൽ ഏറ്റവും നല്ലൊരു ഉന്നതമായ സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ട വ്യക്തിയോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസിലിരിക്കുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം നീ ഇന്നു മുതൽ എൻ്റെ കൂട്ടത്തിൽ പാരഡൈസിലിരിക്കും. പക്ഷെ അവിടെ പാരഡൈസിലെത്തുമ്പോൾ അന്ന് കർത്താവിനോട് കൂടെ മരിച്ച പഴയ നിയമ വിശ്വാസത്തിൽ ഉള്ള പഴയ നിയമത്തിലെ ആ വിശ്വാസിയും പുതിയ നിയമത്തിലെ തെളിവ് പ്രാപിക്കുന്ന മണവാട്ടി സഭയുടെ വിശ്വാസിയും ഒരു ഗണത്തിൽപ്പെടത്തില്ല. അതുകൊണ്ട് ദൈവസഭയുടെ ഗണത്തിൽപ്പെടുന്ന വിശുദ്ധന്മാരിൽ അതിശ്രേഷ്ഠമായിരിക്കുന്ന തേജസ് പ്രാപിക്കുന്ന കുഞ്ഞാടിൻ്റെ മണവാട്ടിയിൽ ഉൾപ്പെടുന്നതാണ് പൗലോസ്. അതുകൊണ്ട് പൗലോസ് എത്തിച്ചേർന്നത് പറുദീസയിലെ 3-ാം സ്വർഗത്തിലാണെങ്കിൽ അവിടേക്കല്ല യേശു കർത്താവ് പുരാതന പഴയ നിയമകാലത്തിലുണ്ടായിരുന്ന വിശുദ്ധന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് പോയപ്പോൾ അതിൽ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന അഥവാ സിദ്ധന്മാരായിരിക്കുന്ന ആത്മാക്കളെ വെച്ചത് ഈ പറയുന്ന സ്ഥലത്തല്ല. അവരെ കൊണ്ട് ആക്കിയ സ്ഥലത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നു 1-ാമത്തെ സ്വർഗമെന്ന്. അപ്പോൾ 1-ാമത്തെ സ്വർഗം പഴയ നിയമത്തിന്റെ സിദ്ധന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരാണെന്നും അപ്പോൾ പാരഡൈസിൽ 3 സ്വർഗങ്ങളുണ്ടെന്നുള്ളതും 3-ാമത്തെ സ്വർഗം ദൈവം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദൈവസഭയുടെ തികവാകുന്ന 100 മേനിയിലേക്ക് എത്തുന്ന കുഞ്ഞാടിൻ്റെ മണവാട്ടിയുടെ ഗണത്തിൽപ്പെടുന്ന നിർമ്മല കന്യകയാകുന്ന സൂര്യ തേജസ് പ്രാപിക്കാനുള്ളവർക്ക് വേണ്ടി ദൈവം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് 3-ാമത്തെ സ്വർഗം. അതിൽ എത്താൻ യോഗ്യതയുള്ള ഒരുവനായിരുന്നു കർത്താവിൻ്റെ പ്രസിദ്ധനായ ജാതികളുടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എത്തിച്ചേർന്നത്. ഇതിൽ നിന്ന് ഇത് തമ്മിൽ അന്തരം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ പൗലോസിന്റെ ഗണത്തിൽ പെടത്തില്ല അബ്രഹാം ഉൾപ്പെടത്തില്ല, ദാനിയേൽ ഉൾപ്പെടത്തില്ല, യാക്കോബ് ഉൾപ്പെടത്തില്ല, ഇസ്രായേൽ യാക്കോബ് അവരാരും ഉൾപ്പെടത്തില്ല, പഴയ നിയമത്തിലെ ഹാബേൽ ഉൾപ്പെടത്തില്ല. അവരൊക്കെ സിദ്ധന്മാരാണ്.
അവർക്ക് ലഭിക്കുന്ന തേജസ് അത് സ്വർഗീയ തേജസ്സുള്ള ബന്ധത്തിൽ നക്ഷത്ര തേജസ്സാണ് ലഭിക്കുന്നത്. അവർക്ക് ലഭിക്കുന്നത് സ്വർഗീയ തേജസ് പ്രാപിക്കും. അവർ നിത്യതയുള്ള ബന്ധത്തിൽ പുനരുത്ഥാനത്തിൽ നക്ഷത്ര തേജസ് പ്രാപിക്കുന്നവരാണ്. അപ്പോൾ ആ പഴയ നിയമത്തിൻ്റെ ഹാബേൽ മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന അവനെ ഉദ്ധരിച്ചുകൊണ്ട് പോയി ഒന്നാമതായി പറുദീസയിലേക്ക് പ്രവേശനം ലഭിച്ച കർത്താവിലൂടെ മരിച്ച സിദ്ധനായിരിക്കുന്ന അല്ലെങ്കിൽ വിടുതൽ പ്രാപിച്ച ആ വ്യക്തി, പ്രഥമ വ്യക്തിയാണ്. നേരിട്ട് പറുദീസയിലേക്ക് പ്രവേശിപ്പാൻ യോഗ്യത പ്രാപിച്ചാൻ ഉൾപ്പെടെ ഉള്ള വ്യക്തികൾ അവരുടെ പുനരുത്ഥാനം നടക്കുന്ന സമയം വരെ, എതിർക്രിസ്തുവിന്റെ ഭരണാരംഭത്തിലാണ് അവിടെ പുനരുത്ഥാനം നടക്കുന്നത്, അതുവരെ അവരെ വെക്കുന്ന അവരുടെ ആത്മാക്കൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് ഒന്നാമത്തെ സ്വർഗം. ഒന്നാമത്തെ സ്വർഗം എവിടെയാണ്? അത് ഭൂമിക്ക് താഴെയല്ല, അത് ഉയരത്തിലാണ്. ഒന്നാമത്തെ സ്വർഗം ഉൾപ്പെട്ടിരിക്കുന്നത് പറുദീസയിലാണ്. ഇപ്പോൾ പറുദീസയിലെ ഒന്നാമത്തെ സ്വർഗത്തിൽ ആര് ഉണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും, അബ്രഹാം ഉൾപ്പെടെയുള്ള, ഹാബേൽ ഉൾപ്പെടെയുള്ള സകല പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന സിദ്ധന്മാരായിരിക്കുന്ന സകല ആത്മാക്കളും ഇപ്പോൾ വിശ്രമിക്കുന്നത്, അതുപോലെ ആ നിലവാരത്തിലേക്ക് എത്തുന്ന വിശുദ്ധന്മാർ ഇപ്പോൾ എത്തിച്ചേരുന്നത് പറുദീസയുടെ ഒന്നാം സ്വർഗത്തിലേക്കാകുന്നു. പറുദീസയുടെ മൂന്നാം സ്വർഗത്തിലേക്ക് ആരാണ് പ്രവേശിക്കുന്നത്? ഹെവൻസ്. അപ്പോൾ പറുദീസയെ മൂന്നായിട്ട് വിഭജിച്ചിൽ ഒന്നാമത്തെ സ്വർഗത്തിലുള്ളവരെ കുറിച്ച് നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ വിശദീകരണം ഞാൻ ഇനി വളരെ വ്യക്തമായിട്ട് വചനങ്ങൾ എടുത്ത് പഠിപ്പിക്കും. പക്ഷെ ഇതൊരു മുഖവരിയോട് ബന്ധത്തിൽ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞു. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതേക്കുറിച്ചുള്ള കൺഫ്യൂഷൻ മാറാൻ വേണ്ടി ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കുക, ബാക്കിയുള്ള നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പോൾ പറുദീസയിൽ 3 സ്വർഗങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ പറുദീസയിൽ 3 സ്വർഗമുള്ളതിന് തെളിവെന്താണ്? പൗലോസ് 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു. അപ്പം അങ്ങനെയാണെങ്കിൽ പൗലോസിനോട് കൂടെ ചേരാൻ യോഗ്യതയുള്ളവരല്ല അബ്രഹാം ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അബ്രഹാമിനേക്കാൾ, ഇസ്ഹാക്കിനേക്കാൾ, യാക്കോബിനേക്കാൾ, ഹാബേലിനേക്കാൾ വില ഉള്ളവരാണ് ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരാൻ ഭാഗ്യം ലഭിച്ചാൽ നമുക്ക് ലഭിക്കുന്ന വില എത്ര വലുതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സകലവും ചവറം തെണ്ണി എന്നാണ് പറഞ്ഞത്. എനിക്കത് പ്രാപിക്കാമോ എന്ന് വെച്ചുകൊണ്ട് അതിനെ പിന്തുടരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അല്പകാലത്തേക്കുള്ള താൽക്കാലികമാണ്. ഒരുപക്ഷെ നിസ്സാരമായി പലരും ഇതിനെ കാണും. പക്ഷെ നിസ്സാരമല്ല കേട്ടോ. പ്രാപിക്കാവുന്നതിൽ ഏറ്റവും സവിശേഷമായിരിക്കുന്ന, ഉത്തമമായിരിക്കുന്ന ആ സ്ഥാനത്തെത്തുവാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലമുണ്ട്. ഈ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് നാം മരിക്കുകയാണെങ്കിൽ അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി ആയിരിക്കണം ദൈവം നമുക്ക് വേണ്ടി അവിടെ ഒരു സ്ഥലം റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല. ലോകത്തിലെവിടെ, ഏത് രാജ്യത്തും നിങ്ങൾക്ക് എവിടെയെല്ലാം പോയി താമസിക്കാൻ സീറ്റുകൾ ഒരുക്കപ്പെട്ടാലും അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, നമുക്ക് ഏത് രാജ്യത്ത്, നമുക്ക് ഉന്നതമായ രാജ്യങ്ങളിൽ പോയി അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടുകയോ അവിടെ താമസിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. ദൈവം തരുന്ന പദവിയാണ്, ഭാഗ്യമാണ്, പോണം, അതാവശ്യമാണ്. പക്ഷെ അത് ഇവിടം കൊണ്ട് തീരുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന, റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന മരണാനന്തര നിരയാണ് മൂന്നാമത്തെ സ്വർഗം. അവിടെ പ്രവേശിക്കുന്നവരാണ് ആദ്യജാതന്മാരുടെ സഭയിൽപ്പെടുന്നവർ. അവർക്ക് ലഭിക്കുന്ന തേജസ് സൂര്യ തേജസ്സാണ്. അവര് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത വരെ അവിടെ വിശ്രമിക്കും. അപ്പോൾ സ്വർഗത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുള്ള ദൂതന്മാർ ഉള്ളിടത്ത് ദൈവം വെച്ചിരിക്കുന്ന മൂന്നാം സ്വർഗത്തിൽ മണവാട്ടി സഭയിൽ ഉൾപ്പെടുന്നവരുടെ ആത്മാക്കളാണ് പ്രവേശിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഊഹാഭോഗങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരല്ല. സത്യമായിട്ടുള്ള വചനം എവിടെ പോകുമെന്ന് ചോദിച്ചാൽ, മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകുമെന്ന് ചോദിച്ചാൽ അബ്രഹാമിന് വഴി പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇന്ന് ഈ വചന പഠനം കഴിയുമ്പോൾ പറയണം, എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രത്യാശ, ഞാൻ കാത്തിരിക്കുന്നത്, ഞാൻ ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ എത്തേണ്ടത് പറുദീസിലെ മൂന്നാം സ്വർഗത്തിലേക്കാകുന്നു എന്നുള്ള ആ ആഗ്രഹവും ചിന്തയും വാഞ്ചയും ഉണ്ടാകണം. അത് പൗലോസിനുണ്ടായിരുന്നു. അവനതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എനിക്കത് നേടാമോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഓടും. നമ്മളൊന്നും തികഞ്ഞിട്ടില്ല, നമ്മൾ തികയുന്ന അവസാനമായിരിക്കും. കർത്താവ് നമ്മളെ ഇവിടുന്ന് നമ്മുടെ ഫയൽ മടക്കുന്ന ദിവസമുണ്ട്. അന്ന് ദൈവം സീൽ ചെയ്യും.
ഇവൻ മൂന്നാം സ്വർഗത്തിലേക്ക് പൊയ്ക്കോട്ടെന്ന് പറയും. അവിടേക്കായിരിക്കും ദൂതന്മാർ നമ്മെ കൊണ്ടുപോകുന്നത്. ഇന്ന് നീ മരിച്ചാൽ എവിടെ എന്ന് ദൈവസഭയിലുള്ളവരോട് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും ഉത്തരം പറയണം. ഇന്ന് എൻ്റെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ദൂതന്മാർ എന്നെ കൊണ്ടുപോകുന്നത് ഇമ്പങ്ങളുടെ പറുദീസയാകുന്ന ആ പറുദീസയിലെ മൂന്നാം സ്വർഗത്തിലേക്കാകുന്നു എന്നുള്ളത് നാം ബുദ്ധിപരമായി പഠിക്കാതെ ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയ ആത്മീയ ഒരുക്കത്തിന് വേണ്ടി സകലത്തെയും ചവറന്നെണ്ണി ഗൗരവപരമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വപരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ രാത്രിയിൽ ആഹ്വാനം ചെയ്യുന്നു. ഒന്നാം സ്വർഗത്തിലുള്ളവർ ആരാണ്? പറുദീസിലെ ഒന്നാം സ്വർഗത്തിലുള്ളവർ ആരാണ്? അത് പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ആ നിയമത്തിൽ ഉൾപ്പെടുന്ന ഇന്ന് ഇസ്രായേൽ എന്നുള്ള ആ പ്രമാണത്തനുസരിച്ച് പോകുന്ന ആര് മരിച്ചാലും അവർ ദൈവം ആ രീതിയിലേക്ക് നോക്കുകയുള്ളൂ. അവർക്ക് ലഭിച്ച പ്രമാണം അനുസരിച്ച് ദൈവം അവരനുസരിച്ച് അടച്ചു കളഞ്ഞതാണ്. അതുകൊണ്ട് അവർ സുവിശേഷം അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളയുന്നില്ല. കാരണം ദൈവം അവരെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അവർ പ്രിയന്മാരെന്നാണ് പറയിക്കുന്നത്. അപ്പം അത് ദൈവം ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം അവരെ ദൈവം നരകത്തിലേക്ക് തള്ളിക്കളയത്തില്ല. അങ്ങനെ ആരെങ്കിലും അബ്രഹാനെ പോലെ ആരെങ്കിലും ഇസ്രായേലിനെ പോലെ പഴയ വിശുദ്ധന്മാരെ പോലെ ആരെങ്കിലും ജീവിച്ചു കഴിഞ്ഞാൽ അവരെ ദൈവം അവിടെ കൊണ്ടുപോകും. അതുപോലെ ആര് ഉണ്ടെങ്കിലും അവരെ കൊണ്ടുപോകും. നമുക്കത് ആരാന്ന് പറയാൻ പറ്റത്തില്ല. അതിന് യോഗ്യതയുള്ളവർ ഒന്നാമത്തെ സ്വർഗത്തിലേക്ക് പോകട്ടെ. നിര ഉണ്ട്. അവിടേക്ക് ഇപ്പോൾ പോകുന്ന എണ്ണം വളരെ ചുരുക്കമാണ്. എന്നാൽ ഇപ്പം മൂന്നാം സ്വർഗത്തിലുള്ളവരെ കുറിച്ച് പഠിച്ചു. രണ്ടാം സ്വർഗത്തിലുള്ള ആരെക്കുറിച്ച് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ദൈവസഭയുടെ 60 മേനിൽ ഉൾപ്പെടുന്ന നിർമ്മല കന്യകയുടെ തോഴിമാരാകുന്ന കന്യകമാരുടെ ഗണത്തിൽപ്പെടുന്നവരെയാണ് രണ്ടാം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. രണ്ടാം സ്വർഗത്തിലേക്ക് എവിടെയാണ്? രണ്ടാം സ്വർഗം എവിടെയാണ്? പറുദീസയിലാണ്. അപ്പോൾ പറുദീസയിലെ ഒന്നാം സ്വർഗം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അവിടേക്ക് പ്രവേശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരാണ്. അവർക്ക് ലഭിക്കുന്ന തേജസ് നക്ഷത്ര തേജസ്സായിരിക്കും. അവിടെ പുനരുത്ഥാനത്തിൻ്റെ ശരീരത്തിൽ ലഭിക്കുന്ന തേജസ് നക്ഷത്ര തേജസ്സായിരിക്കും. മൂന്നാം സ്വർഗത്തിലുള്ള എത്തിച്ചേരുന്നത് മണവാട്ടി സഭയുടെ ഗണത്തിൽപ്പെടുന്ന നിർമ്മല കന്യകയുടെ ഗണത്തിൽപ്പെടുന്നവരാണ് പൗലോസിനെ പോലുള്ളവർ. അവർക്ക് ലഭിക്കുന്ന തേജസ് സൂര്യ തേജസ്സാണ്. അതേക്കുറിച്ച് കരുതലേഖനത്തെ പുനരുത്ഥാന ബന്ധം നമ്മൾ പഠിക്കും. ഇപ്പം നമ്മൾ പഠിക്കുന്ന മരിച്ചാൽ എവിടെ ചെല്ലുന്നുള്ള കാര്യം പഠിക്കുന്നതിന് ശേഷം വീണ്ടും ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ ലഭിക്കുന്ന തേജസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇപ്പോൾ ഇവിടെ രാമം വിട്ടു പോകുന്നത്. അപ്പം രണ്ടാമത്തെ സ്വർഗത്തിലേക്ക് ആരാ പ്രവേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടേക്ക് പ്രവേശിക്കുന്നത് അവളോട് കൂടെ നടക്കുന്ന തോഴിമാരായ കന്യകമാരെ ആണ് അവിടേക്ക്, അതായത് മണവാട്ടിയുടെ തോഴിമാരാണ് അവിടേക്ക് പ്രവേശിക്കുന്നത്. അവർക്ക് ലഭിക്കുന്ന തേജസ് ഏതാണ്? ചന്ദ്ര തേജസ്. അപ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം കൂടി പഠിക്കുമ്പോൾ അവിടെ തേജസ്സോട് ബന്ധത്തിൽ പറയുന്നത് സ്വർഗീയ തേജസ്സുണ്ട്, ഭൗമ തേജസ്സുണ്ട്. ഇത് ഭൗമ തേജസ്സുള്ളവരല്ല, സ്വർഗീയ തേജസ്സുള്ളവരാണ്. ഇവരെവിടെയാണ് പ്രവേശിച്ചിരിക്കുന്നത്? മീതെയുള്ള യെരൂശലേമിലേക്ക്. ഇതിനെ മീതെയുള്ള യെരൂശലേം എന്നും ബൈബിളിൽ രേഖപ്പെടുത്തി. അതിനെ നമ്മുടെ അമ്മ എന്നാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ മടിയായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ അമ്മ എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ വിശുദ്ധന്മാർ പ്രവേശിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞ അബ്രഹാമിൻ്റെ മടി എന്നാണ് പറഞ്ഞത്. എന്നാൽ പുതിയ നിയമത്തിൽ സ്വർഗീയ തേജസ് പ്രാപിക്കാനുള്ള വിശുദ്ധന്മാരെ ഗലാത്യർക്കെതിരെ ലേഖനത്തിൽ പറയിക്കുന്നത് മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. വാസ്തവത്തിൽ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത് അബ്രഹാമിൻ്റെ മടിയിലേക്കാണ് പോയെങ്കിൽ ഇന്ന് ആരെങ്കിലും ചോദിച്ചാൽ വചനപരമായിട്ട് അറിവുള്ളവരാണെങ്കിൽ അവർക്ക് പറയാൻ സാധിക്കും, ഞങ്ങൾ പോകുന്ന മീതെയുള്ള യെരൂശലേമിലേക്കാണ് പോകുന്നത്, ഞങ്ങളുടെ അമ്മയിലേക്കാണ് പോകുന്നത് പറയണം. മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്ന അവൾ തന്നെ നമ്മുടെ അമ്മ. അപ്പോൾ നമുക്ക് അമ്മയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ഒരു ഒരു സ്ത്രീയല്ല ഇവിടെ അമ്മയായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അത് കന്യക മറിയാമത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. കന്യക മറിയാം യേശു കർത്താവിൻ്റെ അമ്മ എന്നുള്ള ബഹുമാന യോഗ്യതയുള്ളതാണ്. പക്ഷെ ആരാധന യോഗ്യമല്ല. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം സ്ത്രീയായി ദൈവം കണ്ടിരുന്നത് പുതിയ നിയമത്തിൽ വെളിപ്പെട്ടത് കന്യക മറിയാമത്തെയാണ്. അന്ന് ലോകത്ത് ജനിച്ച സ്ത്രീകളിൽ അവൾ ശ്രേഷ്ഠമുള്ളവളാണ്, ബഹുമാനയോഗ്യതയാണ്. പക്ഷേ ആരാധന യോഗ്യയല്ല, മനുഷ്യനാണ്, മനുഷ്യ സ്ത്രീയാണ്. അപ്പം അതുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്താൻ പറ്റത്തില്ല.
പ്രസിഡന്റ് പോകുന്ന കാറും പ്രസിഡന്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടുപേരും കൊണ്ടുപോകുമ്പോൾ കാറിന് ഭയങ്കര വിലയുണ്ട്. നമുക്കും അത്രയേ ഉള്ളൂ, നമ്മളും കർത്താവിനെ വഹിക്കുക. എന്നാൽ തുല്യതയാണോ? അല്ല, തുല്യതയല്ല. അത് മനസ്സിലാകും. നമുക്ക് അമ്മയുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് അമ്മയുണ്ട്. നമ്മുടെ അമ്മ ഏതാണ്? ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന മീതയുള്ള നിശ്ചയമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. ഈ അമ്മ പ്രസവിക്കും, വേദനപ്പെട്ട് സ്ത്രീയെ പ്രസവിക്കുന്നത്. പക്ഷേ ഞാനത് പുനരുദ്ധാനത്തിൽ പഠിക്കാം. എന്നാൽ ഇനി അമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെന്താണ് പാരഡൈസ് അല്ലെങ്കിൽ മീതയുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ മടി എന്നാ പറഞ്ഞിരിക്കുന്നെങ്കിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അമ്മയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ ഏതാണ്? ഗലാത്യർക്ക് ഇപ്പം രാത്രിയിൽ ഈ പഠിപ്പിച്ചു വരുന്ന ചിന്താഗതികൾ എന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള പഠനം നമുക്ക് ആവശ്യമാണ്, ദുരുപദേശമല്ല. ഇപ്പം നിങ്ങൾ പറയരുത് ഇത് പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ മടിയായിരുന്നു, പുതിയ നിയമത്തിൽ ഇപ്പോൾ നമ്മുടെ അമ്മയാണ്, അമ്മയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ദുരുപദേശം പഠിപ്പിക്കുകയല്ല. മീതയുടെ യെരൂശലേമിനെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് സ്വർഗീയ യെരൂശലേമായി, പുതിയ യെരൂശലേമായി വരേണ്ടത്. അപ്പം അതിൻ്റെ ഭാഗമായി തിരേണ്ട കല്ലുകളാണ് ഈ പറയുന്ന മീതയുള്ള യെരൂശലേമിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. പിന്നെ അതിനോട് ചേരാനുള്ളൊരു ഭാഗമുണ്ട്, അത് നമുക്ക് അതുകൂടി നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇപ്പം ഇത്രയും ഭാഗം പഠിക്കുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അതിൻ്റെ 4-ാമത്തെ 26-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, സീനായി മലയെ കുറിക്കുന്നു, അത് ഇപ്പോഴത്തെ യെരൂശലേമിനോട് ഒക്കുന്നു, അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. 26, മീതയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ മീതയുള്ള യെരൂശലേമിനെയാണ് നമ്മുടെ അമ്മയായി പൗലോസ് അപ്പോസ്തലൻ ദർശിച്ച് പറഞ്ഞിരിക്കുന്നത് പറുദീസയാണ്. അവിടേക്ക് പ്രവേശിക്കുമ്പോൾ ആരൊക്കെ ഉണ്ട്? അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നത്? 1-ാം സ്വർഗത്തിലുള്ളവർ മണവാളന്റെ തോഴ്മക്കാട് ഗണത്തിൽപ്പെടും. 1-ാം സ്വർഗത്തിലുള്ളവർ മണവാളന്റെ തോഴ്മക്കാർ. അബ്രഹാം ഉൾപ്പെടെ ഉള്ള വിശുദ്ധന്മാർ മണവാളന്റെ തോഴ്മക്കാരാണ്. 2-ാം സ്വർഗത്തിലുള്ളവർ മണവാട്ടിയുടെ തോഴിമാരാണ്. മണവാട്ടിയുടെ തോഴിമാരാണ്. 3-ാം സ്വർഗത്തിലുള്ളത്, പറുദീസയിലെ 3-ാം സ്വർഗത്തിലുള്ളത് മണവാട്ടിയാണ്. അപ്പോൾ മണവാട്ടിയുണ്ട്, മണവാട്ടിയുടെ തോഴിമാരുണ്ട്, മണവാളന്റെ തോഴ്മക്കാരുമുണ്ട്. ഇവർ 3 പേരും സ്വർഗാസ്വർഗത്തിലേക്ക് എത്തപ്പെടുന്നവരാണ്. ഇവര് ഈ മണവാളന്റെ തോഴിമാരിലും മണവാളന്റെ തോഴന്മാരിലും മണവാളന്റെ തോഴിമാരിലും മുഴുവൻ ആൾക്കാർ ഇതിനകത്ത് വരുന്നില്ല. അവരിൽ രക്തസാക്ഷിത്വം വരിക്കാനുള്ളവർ കൂടിയുണ്ട്. അവരെ വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഭൂമിക്ക് കീഴിൽ അഥവാ യാഗപീഠത്തിന് കീഴിൽ. ഇവരെപ്പോഴാണ് മരിക്കുന്നത്? ദൈവസഭ, ആദിജാതന്മാരുടെ സഭ എടുക്കപ്പെട്ട ശേഷമായി ഈ അമ്മയുടെ ശേഷിപ്പിൽ, ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ ശേഷിപ്പിൽപ്പെടുന്നവർ ഭൂമിയിലുണ്ടായിരിക്കും. മഹോദരം കഴിഞ്ഞ് 3.5 വർഷം കഴിയുമ്പോൾ 1-ാം സ്വർഗത്തിലും 2-ാം സ്വർഗത്തിലുള്ള പുനരുത്ഥാനം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ശേഷം എതിർക്രിസ്തുവിന്റെ ഭരണത്തോടുകൂടി രക്തസാക്ഷികൾ ഉണ്ടാകുകയാണ്. അവരെ തലയറുത്ത് കൊന്നുകളയാണ്. അന്നേരം അവിടുന്ന് മരിച്ചു പോകുന്ന ഇവരുണ്ട്. അവരും ഈ പറയുന്ന വിശുദ്ധന്മാരുടെ തോഴിമാരുടെയും തോഴന്മാരുടെയും നടത്തപ്പെടുന്നവരാണ്. അവരെ വയ്ക്കുന്ന സ്ഥലമാണ് ഭൂമിക്ക് കീഴിൽ നിന്നുള്ളത്. ഞാൻ ഇത്രയും എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പറുദീസ എന്നുള്ളത് സ്വർഗങ്ങളാണെന്നും പറുദീസയിൽ 3 സ്വർഗങ്ങളുണ്ടെന്നുള്ളതും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അതിൽ 1-ാമത്തെ സ്വർഗം മണവാളന്റെ തോഴ്മക്കാരാണ്, പഴയ നിയമത്തിന്റെ വിശുദ്ധന്മാരാണ് എന്നുള്ളത്, പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായ വിശുദ്ധന്മാരാണെന്നുള്ളത് നമ്മൾ ഗ്രഹിച്ചു. 2-ാം സ്വർഗത്തിലുള്ള തോഴിമാരുടെ ഗണത്തിൽപ്പെടുന്ന മണവാട്ടിയുടെ തോഴിമാരാണ് 45-ാം സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിലാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ 3-ാം സ്വർഗത്തിലുള്ളത് മണവാട്ടിയാണ്, നിർമ്മലകന്യകയാണ്. അവരുടെ തേജസ് സൂര്യ തേജസ്സാണ്. അപ്പോൾ 2-ാം സ്വർഗത്തിലുള്ളത് കന്യകമാരുടെ ഗണത്തിൽപ്പെടുന്ന തോഴിമാരാണ്, ചന്ദ്രതേജസ്സാണ്. 1-ാം സ്വർഗത്തിലുള്ളത് തോഴന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. അവരുടെ തേജസ് അവരുടെ തേജസ് നക്ഷത്ര തേജസ്സാണ്. ഇതിനെ മീതയുള്ള യെരൂശലേം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ ഇതേക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, പുനരുത്ഥാനത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ശേഷിപ്പിലുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വരുന്ന സ്ത്രീയുടെ ശേഷിപ്പിലുള്ളവരെ കുറിച്ച് പറയുമ്പോൾ
മീതിയുള്ള എരിശലേം നമുക്ക് കാണാൻ സാധിക്കുന്നത് 3.5 വർഷം മീതിയുള്ള എരിശലേമിൽ നിന്ന് വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗാസുഖത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ മീതിയുള്ള എരിശലേമിനെ കുറിച്ച് അവിടെ പറയുന്ന പക്ഷേ മീതിയുള്ള എരിശലേമിൽ ഉൾപ്പെടാനുണ്ടായിരുന്നവരിൽ മീതിയുള്ള എരിശലേമിലുള്ളവർ പുനരുത്ഥാനം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതുപോലെ എത്തിച്ചേരാനുള്ളവരിൽ തോഴിമാട് ഗണത്തിൽപ്പെടുന്നവരുമുണ്ട്, തോഴന്മാട് ഗണത്തിൽപ്പെടുന്നവരുമുണ്ട്. അവരെയാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നിലവാരത്തിൽ പറഞ്ഞ ആത്മാക്കളെ കണ്ടു എന്ന് പറയുന്നത് എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷിത്വം ഭരിക്കുന്നവരാണ്. 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരം നടത്താതിരിക്കുമെന്ന് അവർ ഉറക്കം നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് ഓർക്കാനുള്ള പാടുണ്ടായി. വിശദീകരിക്കുന്നില്ല. ഇവിടെ 2 കൂട്ടരുണ്ടെന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുകയാണ്. ആരാണ് 2 കൂട്ടര്? സഹഭൃത്യന്മാരും സഹോദരന്മാരും. അപ്പോൾ സഹഭൃത്യന്മാരുടെ ഭൃത്യന്മാർ. അപ്പോൾ ആരാണ് സഹഭൃത്യന്മാർ? അപ്പോൾ പഴയ നിയമത്തിന്റെ വിശുദ്ധന്മാർ ഭൃത്യന്മാരാണ്. അവര് ആണെങ്കിൽ ഈ എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്ന 144,000 സഹഭൃത്യന്മാർ എന്ന് പറയുന്നത്. അവര് തോഴ്മക്കാട് ഗണത്തിൽപ്പെടുവാനുള്ളവരാണ്. സഹോദര പദവിയിലുള്ളവർ, ഈ രക്തസാക്ഷിത്വം വരിക്കുന്ന സഹോദര പദവിയിലുള്ളവരുണ്ട്. അവരെത്തിച്ചേരുന്നത് ഭൂമിക്ക് കീഴിലാണ്, ഇവരോടൊപ്പമാണ്. രണ്ട് സ്ഥലങ്ങളിലാണ്, 2 വ്യത്യസ്തമായ സ്ഥലങ്ങളാണ് സഹോദരന്മാരും. ഈ ഭൂമിക്ക് കീഴിൽ തന്നെ ദൈവം മീതെയുള്ള എരിശലേമിനെ വിഭജിച്ചിരിക്കുന്ന പോലെ തന്നെ ഭൂമിക്ക് കീഴിൽ ഈ പറയുന്ന 2 ഗണത്തിൽപ്പെടുന്ന ഒരു വ്യത്യസ്തമായ നിലവാരത്തിൽ വെച്ചിരിക്കുന്ന സഹഭൃത്യന്മാർ എന്നുള്ളത് 144,000 സഹോദരന്മാരുടെ എണ്ണത്തിൽപ്പെടുന്നത് പുതിയ നിയമത്തിന്റെ സഭയുടെ രക്തസാക്ഷികളായിത്തീരുന്നവരുടെ എണ്ണമാണ്. എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരമാണെന്നുള്ളത് 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് പുനരുത്ഥാന ബന്ധത്തെ പഠിക്കുമ്പോൾ മനസ്സിലാകും. പക്ഷേ ഈ യാഗപീഠത്തിന് കീഴിൽ 2 കൂട്ടരുണ്ട് എന്നുള്ളത് വചനം സത്യമാണല്ലോ. 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം. ഇത് വ്യാഖ്യാനിക്കണം. ആരാണ് സഹഭൃത്യന്മാര്? ആരാണ് സഹോദരന്മാർ? കൊല്ലപ്പെടാതിരിക്കുന്നവര്. ഇനിയും ഞാൻ ഒന്നുകൂടി മീതെയുള്ള എരിശലേമാകുന്ന നമ്മുടെ അമ്മയാകുന്ന പറുദീസയെ 3 സ്വർഗങ്ങളുള്ള ബന്ധത്തിൽ പഠിച്ചതിനെ ഞാൻ ഒന്നുകൂടി ഈ പറയുന്ന പദവികളോടുള്ള ബന്ധത്തെ വെളിപ്പെടുത്താൻ പോയി. തേജസ്സിനുള്ള ബന്ധത്തെ നമ്മൾ മനസ്സിലാക്കി. അത് സൂര്യ തേജസ്, ചന്ദ്ര തേജസ്, നക്ഷത്ര തേജസ്. അപ്പോൾ അതിൽ നക്ഷത്രങ്ങളിൽ വ്യത്യാസമുള്ള തേജസ്സിൽപ്പെടുന്നവരാണ് ഭൂമിക്ക് എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്ന 144,000 പേര്. തേജസ്സുള്ള ബന്ധത്തിൽ നമുക്ക് കിട്ടുന്ന 4 കൂട്ടരെ കാണാൻ സാധിക്കുന്നുണ്ട്. സൂര്യതേജസ്സുള്ളവരുണ്ട്, ചന്ദ്രതേജസ്സുള്ളവരുണ്ട്, നക്ഷത്ര തേജസ്സുള്ളവരുണ്ട്. നക്ഷത്രവും തമ്മിൽ തേജസ് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് രക്തസാക്ഷിത്വം വഴി 144,000 അവർ എതിർക്രിസ്തു ഭരണത്തിലാണ് രക്തസാക്ഷിത്വം വരിക്കുന്നത്. അവിടെ ആത്മാക്കൾ മരണാന്തരം എത്തിച്ചേരുന്നത് ഭൂമിക്ക് കീഴിൽ അഥവാ യാഗപീഠത്തിന് കീഴിലാകുന്നു. അപ്പോൾ അതിൽ മറ്റൊരു കൂട്ടര് എത്തിച്ചേരുന്നുണ്ട്. അവർ സഹോദര പദവിയിലുള്ളവരാണ്. സഹോദര പദവി എന്ന് പറയുമ്പോൾ ചന്ദ്രതേജസ് പ്രാപിക്കുന്നവരാണ്. അപ്പോൾ അവര് മണവാട്ടിയുടെ തോഴിമാരായിട്ടാണ് അവരെ ദൈവം കണ്ടിരിക്കുന്നത്. അവര് നിത്യത എവിടെ കാണുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പഠനങ്ങൾ വളരെ എളുപ്പത്തിൽ ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പം കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങൾ ഒന്നുകൂടെ കേട്ടാൽ മതി. വചനം കേൾക്കുമ്പോൾ അത് മനസ്സിലാകും. ഇത്രയും പറഞ്ഞു പോകുമ്പോൾ എല്ലാം കൂടെ ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട് വരും. എങ്കിലും തേജസ്സിനുള്ള ബന്ധത്തിൽ പറയുന്ന പോലെ തന്നെ നമുക്കിതിനെ ഇനിയും പദവിയുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഒന്ന്, ആരാണ് മണവാട്ടി അഥവാ ആദിജാതന്മാരുടെ സഭ? അവരുടെ പദവി എന്താണ്? പലരും പഠിപ്പിക്കും, ശിഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കും. ശിഷ്യത്വത്തെക്കാൾ നമ്മൾ പഠിക്കേണ്ടത് സൺഷിപ്പാണ്, പുത്രത്വം. അപ്പോൾ
പുത്രത്വം പ്രാപിക്കുന്നവരുടെ, അതിനെയാണ് ആദിജാതന്മാർ. പുത്രനെ സദൃശ്യപ്പെടുത്തുന്ന മണവാട്ടിയാണ് പുത്രത്വം പ്രാപിക്കുന്നവർ. അങ്ങനെയാണെങ്കിൽ മൂന്നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന പൗലോസ്, പത്രോസ്, അങ്ങനെയുള്ള യോഹന്നാൻ, കർത്താവിന്റെ അപ്പോസ്തലന്മാർ ഉൾപ്പെടെയുള്ള അപ്പോസ്തല പദവിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും പദവി എന്താണ്? പുത്രത്വമാണ്, സൺഷിപ്പാണ്. അപ്പം അതുകൊണ്ടാണ് റോമർക്കെഴുതിയ 6-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് പുത്രത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സൺഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നെന്ന് രേഖപ്പെടുത്തിയതിലാണ് അപ്പോൾ പുത്രത്വം പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് പുത്രത്വം പ്രാപിക്കുന്നത്? പുത്രത്വം പ്രാപിക്കുന്നത്? ദൈവസഭയുടെ തികവിലുള്ളവരാണ് എത്തുന്നത്. എന്നാൽ യേശു കർത്താവ് സഹോദരന്മാർ എന്ന ബന്ധത്തിൽ വെളിപ്പെടുത്തിയത് അത് കർത്താവിന്റെ പുനരുത്ഥാനത്തിന് സമയത്താണ്. അപ്പോൾ അവർ സഹോദര പദവിയിലേക്കുള്ള പദവിയിലാണ് അന്ന് കർത്താവിന്റെ പുനരുത്ഥാന സമയത്ത് ഈ പത്രോസിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ഭൃത്യന്മാരുടെ പദവിയിലല്ല പറഞ്ഞത്. അപ്പോൾ സഹോദര പദവി. പക്ഷെ അവര് ദൈവസഭ സ്ഥാപിതമായതിനു ശേഷമാണ് ഇപ്പോൾ ദൈവരെ തിരഞ്ഞെടുത്ത് ശിഷ്യന്മാരാക്കി. അപ്പോൾ ശിഷ്യന്മാരെ അവരെ അപ്പോസ്തലിക പദവി കൊടുത്ത് അവരുടെ ശുശ്രൂഷയിലേക്ക് അവരെ സഭയോടുള്ള ബന്ധത്തിൽ വരുന്നത് പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ സഹോദരന്മാർ ആണ് ഒരുമിച്ച് കൂടിയിരുന്നതെങ്കിൽ അവരിൽ നിന്ന് ദൈവം അവരെ തികവിലേക്ക് എത്തുമ്പോഴാണ് അവർ പുത്രത്വം പ്രാപിക്കുന്നവരായിത്തീരുന്നത്. അപ്പോൾ സഹോദര പദവിയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മരണാനന്തരം 2-ാം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നവരാണ്. അപ്പോൾ പുത്രത്വം പ്രാപിക്കുന്നവര് പറുദീസയിലെ 3-ാം സ്വർഗത്തിലും, സഹോദര പദവിയിലുള്ളവര് 2-ാം സ്വർഗത്തിലും, ഭൃത്യന്മാരുടെ നിലവാരത്തിലുള്ളവര് പറുദീസയിലെ 1-ാം സ്വർഗത്തിലുമായിരിക്കുമ്പോൾ ഇനി വരാനുള്ള ഭാവി കാലത്തിൽ സഭ എടുക്കപ്പെട്ട ശേഷമായി 3.5 വർഷത്തെ മഹോത്സവം കഴിഞ്ഞ ശേഷമായി എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ 3.5 വർഷം അന്ന് സഭയുടെ ശേഷിപ്പിലുള്ളവരുടെ ഉണ്ടായിരിക്കും. ഇസ്രായേലിൽ നിന്ന് എണ്ണപ്പെടുന്ന, മുദ്ര വയ്ക്കപ്പെടുന്ന 144,000 പേരുണ്ടായിരിക്കും. ഇവിടെ പലരും ചുമന്ന കാളയുടെയൊക്കെ പുറകെ നടക്കുക, ചുമന്ന കാളയുടെ യാഗം അർപ്പിക്കാൻ വേണ്ടിയുള്ള യെരൂശലേമിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ. പക്ഷേ ആരും പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കുന്നില്ല. ദൈവം ഇസ്രായേലിൽ നിന്ന് 144,000 എണ്ണി തിരിച്ച് വേർതിരിച്ച് നിർത്തും. എതിർക്രിസ്തുവിന്റെ വാളിന് അന്ന് അവൻ കൊന്നുകളയും, തലയറുത്ത് കൊന്നുകളയും. അങ്ങനെയുള്ള ഒരു കൂട്ടം ദൈവം വേർതിരിക്കാനുള്ളവരെ ഇസ്രായേലുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു, ആ രാഷ്ട്രം അറിയുന്നില്ല, അവരറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്താണെന്നറിയാമോ? 2 മണിക്കൂർ കൊണ്ട് 2.5 മണിക്കൂർ കൊണ്ട് ഇസ്രായേലിനെ ഇല്ലാതാക്കി കളയുമായിരുന്നു. എന്താ കാരണം? അവർക്ക് ന്യൂക്ലിയർ പവർ ഉണ്ടായിരുന്നെങ്കിൽ കേവലം 2 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം കാണത്തില്ലായിരുന്നു. ആർക്കാണ്? ശത്രു രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അപ്പം അതുകൊണ്ടാണ് അവർ ഇടപെട്ടെന്നാണ് പറഞ്ഞത്. അത് ദൈവത്തിൻ്റെ നിയോഗമാണ്, ദൈവനിയോഗമാണ്. ആരെല്ലാം എന്തെല്ലാം സാമഗ്രികൾ ഉണ്ടാക്കി വെച്ചാലും ദൈവത്തിൻ്റെ ആ വചനത്തിൽ നിന്ന് മാറ്റം വരത്തില്ല. ഇസ്രായേലിൽ നിന്ന് മുഴുവൻ തുടച്ചു കളയുവാൻ, ഒരു ജാതിയായിരിക്കാതെ അതിനെ മുടിച്ചു കളയുവാൻ ഒരാൾക്കും കഴിയത്തില്ല. കാരണം ദൈവമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എതിർക്രിസ്തുവിന്റെ ഭരണം വരുമ്പോൾ ഇസ്രായേൽ ഇല്ലെങ്കിൽ ഇസ്രായേൽ 144,000 പേരെ മുദ്രവയ്ക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്തെല്ലാം സംഭവങ്ങൾ നടന്നാലും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ തുടച്ചു നീക്കാൻ ഇവിടെയുള്ള ഒരു ന്യൂക്ലിയർ പവർ ശക്തികൾക്കോ മറ്റ് ഏതെങ്കിലും ജാതീയ ശക്തികൾക്കോ ആർക്കും തന്നെ കഴിയത്തില്ല. അത് ഈജിപ്താകട്ടെ, ഇറാനാകട്ടെ, ലെബനോനാകട്ടെ, സിറിയ, ഏത് രാഷ്ട്രമായാലും ഇവരെ മുടിച്ചു കളയാൻ കഴിയാത്തതിൻ്റെ കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൽ 144,000 ദൈവം എണ്ണി വെക്കും, അന്ന് രക്തസാക്ഷികളാകും. ഇവരുടെ പദവി സഹഭൃത്യന്മാരാണ്. അപ്പോൾ നക്ഷത്ര തേജസ് പ്രാപിക്കുന്നവർ ഭൃത്യന്മാരും, നക്ഷത്രങ്ങളിൽ തേജസ് പ്രാപിക്കുന്നവരിൽ സഹഭൃത്യന്മാരും. നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ, ഏതെങ്കിലും ഒരു വചനം ഒന്നിനോടൊന്ന് ഭിന്നിച്ചു പോകുന്നുണ്ടോ? അതോ ഒന്നിനോടൊന്ന് ചേർന്നാണോ വരുന്നത്? നമ്മൾ പഠിപ്പിക്കുമ്പോൾ എല്ലാത്തിനും വ്യക്തതയല്ലേ കിട്ടുന്നത്? നക്ഷത്രവും തമ്മിൽ തേജസ് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞതും ഭൃത്യന്മാരും സഹഭൃത്യന്മാരും ഉണ്ടെന്നുള്ളതും
വേദപുസ്തകത്തിൽ കോറിയിട്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവ്. അത് മനസ്സിലാക്കിയെടുക്കണം. അതല്ലാതെ കുറെ ഹീബ്രു ഗ്രീക്ക് വാക്കുപദങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് അതിൻ്റെ ആ അറിവിൽ വചനസത്യങ്ങളെ തച്ചുടച്ച് കളയല്ല ചെയ്യേണ്ടത്, സത്യത്തെ അംഗീകരിക്കുകയാണ് ഇന്ന് ചെയ്യേണ്ടത്. ഇത് വചനത്തിലുള്ളതാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കടിച്ചാൽ പൊട്ടാത്ത കുറെ ഗ്രീക്ക് വാക്കുകൾ പറഞ്ഞ് എനിക്കും വേണമെങ്കിൽ പഠിപ്പിക്കാം. പക്ഷേ മലയാളത്തിലിരിക്കുന്ന മലയാള വാക്കുകളെ വെച്ചുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്നത് ഇതിൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയാ. എന്താണ് ഭൃത്യന്മാർ, എന്താണ് സഹഭൃത്യന്മാർ, ആരാണ് സഹോദരന്മാർ, ആരാണ് പുത്രത്വം പ്രാപിക്കുന്നവർ, അവർക്ക് ലഭിക്കുന്ന തേജസ് എന്താണ്, അവർ മരണാനന്തരം എവിടെയാണ് ചെല്ലുന്നതൊക്കെ ഉള്ളത് ദൈവവചനത്തിന് ആധികാരികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കുന്നത് ഹീബ്രു പഠിച്ചിട്ടല്ല, ഗ്രീക്ക് പഠിച്ചിട്ടല്ല, ഇംഗ്ലീഷ് പഠിച്ചിട്ടല്ല. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന സാധാരണ ബൈബിൾ എഴുതിയിരിക്കുന്ന വചനങ്ങളെ അതിൻ്റെ ഓരോ കാര്യങ്ങളെയും പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ മനസ്സിലാക്കി വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഇതിനകത്ത് അപാകത ഒന്നുമില്ല. ഒന്നിനോടൊന്നും ബന്ധപ്പെട്ടാ പോകുന്നത്. കർത്താവിൻ്റെ വചനം പഠിക്കുമ്പോൾ വചനത്തോട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ അത് അംഗീകാരയോഗ്യമായ വചനമാണ്. പക്ഷെ ഒന്നിനോട് ഒന്നും ഒക്കുന്നില്ലെങ്കിൽ, സംശയങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലാരിഫൈ ചെയ്യണം. ഇപ്പം ഇവിടെ മീതയുള്ള യേശുവിനെക്കുറിച്ചും നമ്മുടെ അമ്മയെക്കുറിച്ചും അവിടെ 3 സ്വർഗങ്ങളുണ്ടെന്നുള്ളതിനെക്കുറിച്ചും 3 തേജസ്സിൻ്റെ ഗണങ്ങളിൽപ്പെട്ടവരുണ്ടെന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നീട് ഭൂമി കീഴിലുള്ളതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അവിടേക്ക് എത്തിച്ചേരുന്നവർ ഈ പറയുന്ന ആൺകുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീയുടെ ശേഷിയുള്ളവരാണെന്നും അന്ന് രക്തസാക്ഷിത്വം ഭരിക്കുന്നവരാണെന്നും അവർക്ക് ലഭിക്കുന്ന തേജസ് ചന്ദ്ര തേജസ്സുള്ളത് സഹോദര പദവിയുള്ളവർക്ക് ഒറ്റ പദവിയാണ്, സഹോദര പദവിയാണുള്ളത്. സഹോദര പദവി പുത്രത്വം പ്രാപിക്കുന്നവർ അല്ലെങ്കിൽ നിത്യജീവൻ. അതാണ് 30 മേനി, 60 മേനി, 100 മേനി. കർത്താവ് വെറുതെ ഒരു കണക്ക് പറഞ്ഞതല്ല. 30 മേനി എന്ന് പറഞ്ഞാൽ നിത്യജീവന് യോഗ്യതയുള്ളവർ. മരണാനന്തരം എവിടേക്ക് അവർ പോകുന്നത്? നമ്മൾ ചിന്തിക്കുന്ന സമുദ്രത്തിനെ കുറിച്ചാണ്. അവിടെ ഇന്ന് പുതിയ നിയമത്തിൽ മരിച്ചാൽ നിത്യജീവൻ യോഗ്യതയുള്ള 30 മേനിക്കാർ പോകുന്നത് സമുദ്രത്തിലേക്കാണ്. 60 മേനിയുള്ളവർ എവിടേക്കാണ് പോകുന്നത്? അവർ 2ാം സ്വർഗത്തിലേക്ക് പോകും. 100 മേനി തികവ് പ്രാപിച്ചാൽ അവരെത്തുന്നത് പർദീസിലെ 3ാം സ്വർഗത്തിലേക്കാകുന്നു. ഇതിനകത്ത് തേജസ്സിനുള്ള ബന്ധത്തിൽ പദവിയുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു. പദവി ഏതൊക്കെയാണ്? 3ാം സ്വർഗത്തിലുള്ള പുത്രത്വം പ്രാപിക്കുന്നവരാണ്, 2ാം സ്വർഗത്തിലുള്ള സഹോദര പദവിയുള്ളവരാണ്, 1ാം സ്വർഗത്തിലുള്ളവർ ഭൃത്യന്മാരാണ്. ഭൂമിക്ക് കീഴിൽ 2 കൂട്ടരുണ്ട്. അത് വളരെ വ്യക്തമായി വളരെ 6ാം അധ്യായത്തിൽ വെളിപ്പാട് പറയുന്നു. അത് അല്പകാലത്തേക്ക് ഉള്ളെന്ന് പറയുന്ന നിങ്ങളെപ്പോലെ എത്തിച്ചേരാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടി പാടും. ഈ മരണാനന്തരമൊക്കെ ഒരു 3.5 വർഷമേ ഉള്ളൂ. അവിടേക്ക് പാരമ്പര്യം. പക്ഷെ അവിടെ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുള്ളത്? സ്വർഗത്തിൽ അഥവാ പർദീസയിൽ, സ്വർഗങ്ങളിൽ 1ാം സ്വർഗത്തിലുണ്ട്, 2ാം സ്വർഗത്തിലുണ്ട്, 3ാം സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികൾ, പർദീസ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുണ്ട്. ഭൂമിയിൽ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുണ്ട്. ഭൂമിക്ക് കീഴിൽ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുണ്ട്. സമുദ്രത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുണ്ട്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾ, ദൈവത്തെ സ്തുതിക്കുന്നവർ, അവർ എത്തിച്ചേരുന്ന സ്ഥലങ്ങൾ ആരാധനയുള്ള സ്ഥലങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ സ്വർഗാസ്വർഗത്തിലേക്ക് ആരും ഇതുവരെ എത്തിയിട്ടില്ല. ഒറ്റൊരുവൻ മാത്രമേ പ്രവേശിച്ചിട്ടുള്ളൂ. അത് ആകാശങ്ങളിൽ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. യേശുവിനെ പ്രസവിച്ച അമ്മ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ടില്ല. അവർ സ്വർഗത്തിൽ വിശ്രമിക്കുന്നു. യേശുവിൻ്റെ വളർത്തപ്പനായിരിക്കുന്ന ജോസഫ് സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ടില്ല. അവര് ഇപ്പോഴും അവിടെ ആത്മാക്കൾ വിശ്രമിക്കുന്നത് മീതെയുള്ള യെരൂശലേമിൻ്റെ സഭയുടെ അംഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവരും അദ്ദേഹം വിശ്രമിക്കുന്നത് മീതെയുള്ള യെരൂശലേമിലെ 3ാമത്തെ സ്വർഗത്തിലാകുന്നു. പർദീസിലെ 3ാം സ്വർഗത്തിലാകുന്നു. പൗലോസ് വിശ്രമിക്കുന്ന അവിടെയാണ്, പത്രോസ് വിശ്രമിക്കുന്ന അവിടെയാണ്, യോഹന്നാൻ വിശ്രമിക്കുന്ന അവിടെയാണ്. നമ്മളെവിടെയാണ് മരിച്ചാൽ വിശ്രമിക്കേണ്ടത്? എവിടെയാണ് വിശ്രമിക്കേണ്ടത്? ദൈവമേ, ഏതെങ്കിലും വിധത്തിൽ വല്ല വിധേനയും ഞാൻ അങ്ങനെ വരവിന് മുമ്പ് എടുക്കപ്പെടുകയാണെങ്കിൽ അതിശ്രേഷ്ഠമായ നിലയിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് വേണ്ടി എന്നെ കൂടി ഓർക്കണമേ എന്ന് രാത്രിയിൽ നാം ദൈവത്തോട്
പ്രാർത്ഥിക്കണം, ദൈവത്തോട് അപേക്ഷിക്കണം. അതായിരിക്കണം നമ്മുടെ ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അതായിരിക്കണം. അപ്പോൾ 3 സ്വർഗങ്ങളെക്കുറിച്ചുള്ള ഭാഗങ്ങൾ മനസ്സിലായി. അതിൽ മരണാന്തര നിലയിലുള്ളവരെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അവരുടെ പദവി എന്താണെന്ന് മനസ്സിലായി. അവരുടെ തേജസ് എന്താ എന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഭൂമിക്ക് കീഴിലുള്ളത് യാഗപീഠത്തിന് കീഴിലുള്ളതാണെന്നും അവിടെ സഹവൃദ്ധന്മാരും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയെങ്കിൽ നമ്മൾ മരണാന്തരങ്ങളെ കുറിച്ച് പഠിച്ചപ്പോഴാണ് നമ്മൾ എത്ര മരണാന്തരങ്ങളെ കുറിച്ച് പഠിച്ചു? 3-ാം സ്വർഗം, 2-ാം സ്വർഗം, 1-ാം സ്വർഗം. ഇതിനെ ഹെവൻസ് എന്നാണ് പറയുന്നത്. ഹെവൻസ്, സംശയമില്ലല്ലോ. സ്വർഗങ്ങൾ, ഹെവൻസ്. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. അടിസ്ഥാനപരമായ വചനം ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യം, ഹെവൻസ്. അതിനെ തമിഴിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല, ഒറീസിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല, അതിനെ ഹിന്ദിയിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. മലയാളത്തിൽ അതിനെ സ്വർഗം എന്ന് പറഞ്ഞിരിക്കുന്നു, പർദീസ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളതിനെ ഇംഗ്ലീഷിൽ എല്ലാവരുടെയും ഭാഷ മനസ്സിലാകുന്ന രീതിയിൽ ഹെവൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്കതിൻ്റെ ഹീബ്രു ഭാഷ എന്താണെന്ന് അറിയത്തില്ല, എനിക്കതിൻ്റെ ഗ്രീക്ക് ഭാഷയെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഹെവൻസ് എന്നുള്ള ഇംഗ്ലീഷ് അർത്ഥത്തിൽ പർദീസയെ 3 സ്വർഗങ്ങളാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്നുള്ളത്. അതിനുശേഷമായി നാം മനസ്സിലാക്കിയത് ഭൂമിക്ക് കീഴിൽ വിശുദ്ധന്മാർ എത്തിച്ചേരും. അതിപ്പോൾ അവിടെ എത്തിയിട്ടില്ല. അവിടെ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കി. വെളിപ്പാട് 5-ാം 13-ാം അവിടെ എത്തിച്ചേണ്ട മനുഷ്യാത്മാക്കളുണ്ട്. അവരെത്തിച്ചേരുന്നത് ക്രിസ്തു ഭരണത്തിൽ രക്തസാക്ഷിത ഭരിക്കുന്നവരാണ്. അവരുടെ പദവിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സഹോദരന്മാരും സഹവർത്യന്മാരുമാണെന്ന് പറഞ്ഞു. 11 സഹോദര പദവിയിലുള്ളവർ 2-ാം സ്വർഗത്തിലാണ് ഇപ്പോൾ വിശ്രമിക്കുന്നത്. എന്നാൽ എതിർക്രിസ്തു സമയത്തിൽ അവരുടെ അതിന് മുമ്പായി മീതെയുള്ള യെരൂശലേമിലുള്ളവർ പുനരുത്ഥാനം മുഴുവൻ പ്രാപിച്ചു പോകുന്നതുകൊണ്ടാണ് ഈ ഭൂമിക്ക് കീഴിലുള്ള മരണാന്തരം 3.5 വർഷത്തേക്ക് ഉണ്ടാകുന്നത്. അവർ 144,000 പേര് തേജസ്സിൻ്റെ വ്യത്യാസമുള്ളവരാണ്. അതുകൊണ്ടാണ് അവരെ സഹഭൃത്യന്മാർ എന്ന പദവിയിൽ അവരെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഭൃത്യന്മാരുണ്ട്, സഹഭൃത്യന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്, പുത്രത്വം പ്രാപിക്കുന്നവരുണ്ട്. ഇത്രയും പേരാണ്, 4 കൂട്ടരാണ് സ്വർഗീയതേജസ് പ്രാപിക്കുന്നവർ, സ്വർഗീയതേജസ് പ്രാപിക്കാനുള്ളവർ. പുത്രത്വം പ്രാപിക്കുന്നവർ, സഹോദര പദവിയിലുള്ളവർ, ഭൃത്യന്മാരുടെ നിലവാരത്തിലുള്ളവർ, സഹഭൃത്യന്മാരുടെ നിലവാരത്തിലുള്ളവർ. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ലഭിക്കുന്ന തേജസ്, സൂര്യതേജസ്, പുത്രത്വം പ്രാപിക്കുന്നവർ. ചന്ദ്രതേജസ്, സഹോദര പദവിയിലുള്ളവർ. നക്ഷത്രതേജസ്, ഭൃത്യന്മാരുടെ നിലവാരത്തിലുള്ളവർ. നക്ഷത്രത്തിന് വ്യത്യസ്തമുള്ള തേജസ് പ്രാപിക്കുന്നവർ, സഹഭൃത്യന്മാരുടെ നിലവാരത്തിലുള്ളവർ. ഇവരെ പുതിയ യെരൂശലേമിനോടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുമ്പോൾ മന്ദിരത്തോടുകൂടെ സൂര്യതേജസ് പ്രാപിക്കുന്ന വിശുദ്ധന്മാർക്കാണ്. അവർ പുത്രത്വം പ്രാപിക്കുന്ന ക്രിസ്തുവിനോട് ചേരുന്നവരാണ്. നഗരത്തിൻ്റെ ഭാഗമായിരിക്കും സഹോദര പദവിയിലുള്ള ചന്ദ്രതേജസ് ഉള്ളവർ. പുതിയ യെരൂശലേമിൻ്റെ മതിലിനോടുള്ള ബന്ധത്തിലായിരിക്കും നക്ഷത്രതേജസ്സുള്ള നക്ഷത്രതേജസ് പ്രാപിക്കുന്ന ഭൃത്യന്മാരുടെ നിലവാരത്തിലുള്ളവർ. 4 ഗോപുരങ്ങളോടുള്ള ബന്ധത്തിലായിരിക്കും നക്ഷത്രതേജസ് വ്യത്യസ്തയുള്ള ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രങ്ങളെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്ന 144,000 പേര്. അപ്പം നിത്യതയിൽ എവിടെയാണെന്നുള്ളത് കൂടി ഇന്ന് രാത്രി ഞാൻ പറയുന്നത് ഇതുകൂടി ഒരു മനസ്സിലാക്കാൻ വേണ്ടി വിശദീകരണം പിന്നീട് ഉണ്ടായിരിക്കും. അപ്പോൾ പുതിയ യെരൂശലേമിൽ മീതെയുള്ള യെരൂശലേമിൽ ഉൾപ്പെടുന്നവരും അതുപോലെ തന്നെ സ്ത്രീകൾ സന്ദേശിപ്പിക്കുന്നവർ ഭൂമിക്ക് കീഴിൽ ദൈവം വയ്ക്കുന്ന എതിർക്രിസ്തു ഭരണത്തിൽ രക്തസാക്ഷ്യം വഹിക്കുന്നവരുമാണ് ഈ പറയുന്ന പുതിയ യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്നത്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നവർ ക്രിസ്തുവിനോട് കൂടിയുള്ളവർ, പുത്രത്വം പ്രാപിക്കുന്നവർക്ക് ലഭിക്കുന്ന സൂര്യതേജസ്, അവർ മന്ദിരത്തിൻ്റെ ഭാഗമായി തീരും. മന്ദിരം, നഗരം, മതിൽ, ഗോപുരങ്ങൾ. ഇതിൽ മന്ദിരത്തിൻ്റെ ഭാഗമായി തീരാൻ യോഗ്യതയുള്ളവർ മണവാട്ടി സഭയിൽപ്പെട്ടവരാണ്. കുഞ്ഞാടിനോട് ചേരും. അതിനാണ് വിവാഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രതേജസ് പ്രാപിക്കുന്ന നഗരത്തിൻ്റെ ഭാഗമായിരിക്കും, നഗരമതിലിൻ്റെ ഭാഗമായിരിക്കും പഴുന്ന വിശുദ്ധന്മാർ. ഇവിടെ മീതെയുള്ള ഗോപുരങ്ങളിലായിരിക്കും ഇസ്രായേലിൽ 144,000 പേർ. എത്ര വ്യക്തമായിട്ടാണ് ദൈവനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയാമോ? ഇത്രയും പഠിക്കാമെങ്കിൽ ബാക്കിയുള്ള ഭാഗം വായിക്കാൻ നമുക്ക് അതിനെക്കുറിച്ച് കണക്ട് ചെയ്ത് പോകാൻ സാധിക്കും. രാത്രിയിൽ ഇക്കാര്യം ആമുഖമായി പറഞ്ഞ കാര്യം അല്പം ഞാൻ കടന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആഴത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ പഠിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഇത് പറയാതിരിക്കാനും കഴിയത്തില്ല. കാരണം അത് പറഞ്ഞു പോയിട്ടില്ലെങ്കിൽ ചിലർക്കൊക്കെ മുൻവിധി ഉണ്ടായി
പഠനം നിർത്തിക്കളയാൻ സാധ്യതകളുണ്ട്, കേൾക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് രാധയെക്കുറിച്ച് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഭരണാധികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 13-ാം വാക്യത്തിലാണ്. 20-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 20-ാം അധ്യായം 13-ാം വാക്യം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 20-ാം അധ്യായം 13-ാം വാക്യം, 20-ാം അധ്യായം 13-ാം വാക്യത്തിൽ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പം 3 സ്ഥലങ്ങളെ കാണിക്കുകയാണ്. ഒന്ന് സമുദ്രം, അതിൻ്റെ സംശയമില്ല. സമുദ്രമുള്ളത് ആരാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം തുറന്നു. ജീവപുസ്തകത്തിൽ പേരുള്ളവരാണ്, നിത്യയോഗ്യതയുള്ളവരാണ്, അവരാണ് സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഈ നിര എന്ന് മുതലാ തുടങ്ങിയെന്നറിയാമോ? അത് കർത്താവിൻ്റെ മരണത്തോടു കൂടി അവരെ ബദ്ധന്മാരെ ബന്ധിച്ചുകൊണ്ട് പോയപ്പോൾ നിത്യയോഗ്യതയായുള്ള 30 മേനിക്കാരെ, അതെല്ലാ കാലഘട്ടവും ഒരുപോലെയുള്ളവരാണ്, അവരെ വെച്ചിരിക്കുന്ന സമുദ്രത്തിലാണ്. ഒടുക്കത്തെ നാൾ വരെ സമുദ്രത്തിലെ മരണാന്തത ഉണ്ടായിരിക്കും. നിത്യജീവനുള്ള യോഗ്യതയുള്ളവർ അന്ന് വരെ കാണും. 1000 ആണ്ട് വാഴ്ചയിൽ മണവാട്ടി സഭയിലെ ആൾക്കാർ കാണത്തില്ല, തോഴിമാട് ഗണത്തിൽപ്പെടുന്നവർ കാണത്തില്ല, തോഴന്മാട് ഗണത്തിൽപ്പെടുന്നവർ കാണത്തില്ല. ഒന്നാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞാൽ പിന്നീട് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ 3 സ്ഥലങ്ങളിൽ നിന്നാണ് ആത്മാക്കളെ വെള്ളസിംഹാസനഭാഗം എത്തിച്ചു കൊടുക്കുന്നത്. അതിൽ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത് വചനം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. രാത്രി ഞാനത് ഉറക്കെ പ്രസ്താവിക്കുന്നത്, സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത് സമുദ്രത്തിൽ വീണ് മരിച്ചവരെ അല്ല, ജീവപുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള നിത്യജീവനോഗ്രിക്കരാകുന്ന പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് ഭൗമിക തേജസ് പ്രാപിച്ച് ദൂതതുല്യരായി പ്രവേശിക്കപ്പെടുവാനുള്ളവരെയാണ് സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നതെന്ന് 20-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 11-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ വായിച്ചാൽ ഏത് മനുഷ്യനും മനസ്സിലാകും. ഇതിനകത്ത് ഹീബ്രു വേണ്ട, ഇംഗ്ലീഷ് വേണ്ട, മലയാളം വേണ്ട, ഏത് ഭാഷകൾ വ്യത്യാസമില്ല. നിങ്ങൾ ഹീബ്രു വായിക്കണ്ട, നിങ്ങൾ ഗ്രീക്ക് പഠിക്കണ്ട, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏത് ഭാഷയാണോ അത് വെച്ച് പഠിച്ചാൽ വളരെ വേഗത്തിൽ മനസ്സിലാകാവുന്ന കാര്യമാണ്. സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത് നിത്യജീവൻ യോഗ്യതയുള്ളവരെ ആണ് ഏൽപ്പിച്ചു കൊടുക്കുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതിനെ ആർക്കും അങ്ങനെ പഠിപ്പിക്കുവാൻ ധൈര്യമില്ലാതെ പോയതിൻ്റെ കാരണം ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നതിനെ ഖണ്ഡിക്കാൻ കഴിയാതെ കൊണ്ടാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ സത്യം വെളിപ്പെടുത്തുവാൻ പാണ്ഡിത്യമല്ല ആവശ്യം, ദൈവകൃപയാണ് ആവശ്യം. എന്താണോ എഴുതിയിരിക്കുന്നത് അതിനെ വളച്ചൊടിക്കാതെ നേരായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചെടുക്കണം. പലർക്കും പേടിയാണ് തൊടാനായിട്ട്, പക്ഷേ എളിയവനതിൽ പേടിയില്ല. കാരണം എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഞാൻ ഒന്നുമല്ല, ഞാൻ ഒരു പ്രസ്ഥാനത്തിൻ്റെയും നേതാവല്ല, ഒന്നിൻ്റെയും അറിയപ്പെടുന്ന ആളുമല്ല. പക്ഷേ വചനത്തിൻ്റെ സത്യം വെളിപ്പെടുത്തുമ്പോൾ അത് സത്യമാണെന്ന് അത് വളരെ വ്യക്തമായി പറഞ്ഞു. എനിക്ക് ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു പ്രസ്ഥാനത്തിന് കീഴിൽ നിന്ന് പറയുന്ന ആളല്ല. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വരും. പക്ഷേ എനിക്ക് വചനത്തിന് അടിസ്ഥാനത്തിൽ നിന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും സാവകാശവും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഇനി അതിനെ പഠിപ്പിക്കാൻ ആർക്കെങ്കിലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷേ നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് ഒന്ന് വായിച്ചു നോക്കണം. 20-ാം അധ്യായം അതിൻ്റെ 11 മുതൽ അതിൻ്റെ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജും വായിച്ചു നോക്കിയിട്ട് അതിലെഴുതിയിരിക്കുന്നത് സത്യമാണോ, ഈ പറയുന്നതാണോ എന്നുള്ളത്, അല്ലയോ എന്നുള്ളത് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങളുടെ ഭാഷ ഏതുമാകട്ടെ, തമിഴാകട്ടെ, ഹിന്ദി ആകട്ടെ, ഇംഗ്ലീഷ് ആകട്ടെ, ഹീബ്രു ആകട്ടെ, അതേത് ഭാഷയുമായിക്കോട്ടെ, അത് വായിച്ചിട്ട് സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത്, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നൊക്കെ രേഖപ്പെടുത്തി, അങ്ങനെ തന്നെയാണല്ലോ. എനിക്ക് അതിൻ്റെ തമിഴ് അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല. നിങ്ങളത് വായിച്ചു നോക്കിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം വചനവിരുദ്ധമാണെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് 100% ഉറപ്പുണ്ട്, ഏത് ഭാഷയിൽ നിന്ന് വായിച്ചാലും അത് മാറ്റമുണ്ടാകത്തില്ല. സമുദ്രത്തിൽ ഇപ്പോൾ വിശ്രമിക്കുന്നത് നിത്യജീവൻ യോഗ്യതയുള്ളവരുടെ. അത് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. എവിടെയാണെന്ന് പോയി പറഞ്ഞ് ഞാൻ പഠിപ്പിക്കാൻ പോകത്തില്ല. വേണമെങ്കിൽ ബർമുഡ ട്രയാങ്കിളിൻ്റെ കീഴിലാണ് വെച്ചിരിക്കുന്നത്, വേണമെങ്കിൽ പഠിപ്പിക്കാം, ഞാൻ പറയത്തില്ല. കാരണം അവിടേക്കൊന്നും ആർക്കും അടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിഗൂഢതയുള്ള സ്ഥലമാണ് ബർമുഡ ട്രയാങ്കിൾ. പക്ഷേ പഠിപ്പിക്കത്തില്ല, ഞാൻ പറയത്തില്ല. വേണമെങ്കിൽ അതേക്കുറിച്ചൊക്കെ എഴുതി വെച്ച് ബർമുഡ ട്രയാങ്കിളിൻ്റെ അടുത്താണ് ഇവിടെ നീതിമാന്മാരുടെ ആത്മാക്കൾ വിശ്രമിക്കുന്നൊക്കെ എഴുതി വെച്ചാൽ ഒരുപാട് പേര് യൂട്യൂബ് നോക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ പഠിപ്പിക്കത്തില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളത് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. വചനത്തിൽ എന്താണുള്ളത്. പക്ഷെ അങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല.
വേണമെങ്കിൽ അവിടേക്കാരെ അടുപ്പിക്കാത്തതിൻ്റെ രഹസ്യമായി വെച്ചിരിക്കുക അതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആയിരിക്കാം, ആയിരിക്കാം. മനുഷ്യക്കാരൻ കടന്നു ചെല്ലാൻ പറ്റത്തില്ല. ഇത് രഹസ്യ സ്ഥലമാണ് ബർമുഡ ട്രയാങ്കിൾ. അങ്ങനത്തെ സ്ഥലമുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കപ്പലൊന്നും കടന്നു പോകാൻ പറ്റത്തില്ല. പക്ഷെ അത് ബൈബിളിൽ രേഖപ്പെടുത്താത്തതുകൊണ്ട് ഞാൻ അതാണെന്ന് അതിനെ സാങ്കല്പിച്ച് പഠിപ്പിക്കാറില്ല. സാങ്കല്പികത പഠിപ്പിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ അതേക്കുറിച്ച് മാത്രം എഴുതിയാൽ മതി. ബർമുഡ ട്രയാങ്കിൾ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഇതാണ്, അവിടെയാണ്, അതിൻ്റെ കീഴെയാണ്, അവിടെ ദൈവം സമുദ്രത്തിൽ ആത്മാക്കളെ വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാമെങ്കിൽ ഒരുപാട് പേര് കേൾക്കാൻ തയ്യാറായിരിക്കും. പക്ഷേ സത്യം പറയുമ്പോൾ പലർക്കും കേൾക്കാൻ താല്പര്യമില്ല. എന്തെങ്കിലുമൊക്കെ അതിശോക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്. അതിശോക്തി പറഞ്ഞ് വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വചന സത്യം പറഞ്ഞ് സത്യം ഗ്രഹിക്കുന്നവർ മാത്രം ഗ്രഹിച്ചാൽ മതി. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വായിച്ചു നോക്കുക. ഈ പറയുന്ന ഭാഗം പറഞ്ഞിരിക്കുന്നത് സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത് ജീവവസ്തുത്തിൽ പേരുള്ളവരാണെന്നും അത് നിത്യ യോഗ്യരായിട്ടുള്ളവരാണെന്നുള്ളതിനും യാതൊരു സംശയം വരത്തില്ല. അവരെ നരകാഗ്നിയിലേക്ക് തള്ളിയിട്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. രണ്ട് ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ പറഞ്ഞിരിക്കുന്ന മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഒരിക്കലും മരിച്ചു പോകുന്ന അതിനെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു അവസ്ഥയെക്കുറിച്ചല്ല, ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പലരും അതിൻ്റെ രീതിയിൽ തന്നെ ലിറ്ററൽ മീനിങ് തന്നെ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇനി അതിന് തെളിവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാസ്തവത്തിൽ നരകത്തെക്കുറിച്ചാണ്. ഹെൽ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പറയുന്നത് ഹെൽ എന്നാണ് പറയുന്നത്. ഹെല്ല്. അപ്പോൾ ഹെയ്ഡസ്, ഷിയോൾ എന്ന് പറയുന്നത് പാതാളത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പാതാളം എന്നുള്ളത് ഹീബ്രു ഭാഷയിലാണെങ്കിൽ അതിനെ ഷിയോൾ എന്നും, അതിനെ ഗ്രീക്ക് ഭാഷയിലാണെങ്കിൽ അതിനെ ഹേഡസ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒന്ന് തന്നെയാണ് സ്ഥലം. ഇപ്പോൾ ടാർട്ടറസ് എന്ന് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്ഥലമുണ്ട്. അത് ഗ്രീക്ക് ഭാഷയിലാണ്. ടാർട്ടറസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നരകത്തെ ടാർട്ടറസ് എന്ന വാക്കിലാണ് ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് പദം ഹെൽ എന്നാണ്. ഹെൽ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന നരകം എന്നാണ്. പാപം ചെയ്യുന്ന ദൂതന്മാരെ അവരെ അന്ധതമസിച്ച് അങ്ങനെയിട്ട് നരകത്തിലാക്കി എന്ന് പറയുന്നത് ടാർട്ടറസ് ആണ്. ടാർട്ടറസ് എന്ന് പറഞ്ഞാൽ അത് ഗ്രീക്ക് പദത്തിനോട് ബന്ധത്തിൽ വരുന്നു. അതിനെ ഇംഗ്ലീഷ് ഭാഷയിൽ ഹെല്ലെന്ന് പറയുന്നു, മലയാളത്തിൽ തന്നെ നരകം എന്ന് പറയുന്നു. അപ്പോൾ ഈ മരണം എന്ന് പറയുന്നത് ഹെൽ. ഇനി അതിന് തെളിവായിട്ട് ഞാൻ പറഞ്ഞു, പാവം ചെയ്യുന്ന ദൂതന്മാരെ വെച്ചിരിക്കുന്നത് ടാർട്ടറസിലാണ് അഥവാ നരകത്തിലാണ്. ഇതിനെ അവസ്ഥ അല്ല, അതിന് സ്ഥലമാണെന്ന് തെളിയിക്കാൻ വേണ്ടി കഥ പറഞ്ഞു. മരണത്തിന് തക്ക പാവമുണ്ട്, മരണത്തിന് പാവം ചെയ്യുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥം ഒന്നാമതായി മരണത്തിന് അടിമപ്പെട്ടു പോയത് പിശാചാണ്. അവർ മടങ്ങി വരവില്ല. ദൈവം ഒരിക്കൽ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മടങ്ങി വരവില്ല. പിന്നീട് മനുഷ്യരിൽ ആദ്യമായി അപേക്ഷിച്ചാൽ കിട്ടാതെ പോയത് കയീന. ദൈവനെ ശാപയോഗ്യനായിരുന്നു. ഒരിക്കൽ പരിശുദ്ധാത്മാവ് റിജക്റ്റ് ചെയ്താൽ എത്ര പേര് പ്രാർത്ഥിച്ചാലും ആരെല്ലാം ഉപദേശിച്ചാലും മടങ്ങി. അതിനെയാണ് നരകവിധി എന്ന് പറയുന്നത്. കഥ പറഞ്ഞില്ലേ, കഥ സംസാരിച്ചപ്പോൾ അംഗീകരിക്കാത്തത് പറഞ്ഞു, നീ ഒരൊറ്റ എണ്ണം കേൾക്കുന്നത് എതിർക്കുന്നവനോട് പറഞ്ഞു, നിങ്ങൾ നരകവിധിക്കുള്ളവരാ എന്ന് പറഞ്ഞാൽ നിത്യമരണത്തിനുള്ള ഒരു മാറ്റമില്ലാത്തവർ മാനസാന്തരപ്പെടത്തില്ലെന്നാണ് പറയുന്നത്. സർപ്പസന്തതികളെ നരകവിധി വിട്ട് എങ്ങനെ തെറ്റിയൊഴിയെന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകയോഹന്നാനും പറഞ്ഞു നരകവിധി എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും മാനസാന്തരപ്പെടത്തില്ല. ഈ ഈ ദൂതന്മാർ പാപം ചെയ്ത് കഴിയുമ്പോൾ അവർ നരകവിധിക്കാണ് അവർ വിധിക്കുന്നത്. നരകവിധി, അവർക്ക് മാനസാന്തരമില്ല, നരകവിധിപ്പെടുന്നവരാണ്. അത് ഹെൽ ഫയർ അല്ല. ഹെൽ ഫയർ എന്ന് പറഞ്ഞാൽ ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക. അതേക്കുറിച്ച് 11-ാം സംഖ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 11-ാം സംഖ്യത്തിന് വായിച്ച് ഞാൻ ഇവിടെ നിർത്താം. അപ്പോൾ ഈ ടാർട്ടറസ് എന്ന് പറഞ്ഞിരിക്കുന്നതും ഹെൽ ഫയറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹെൽ ഫയർ എന്ന് പറഞ്ഞാൽ അഗ്നി നരകമാണ്. അത് ഭൂമിയുടെ അധോഭാഗത്തുള്ള സ്ഥലമല്ല. അപ്പം നരകം എന്നുള്ളത് കഠിനമായി പാപം ചെയ്യുന്നവരെ, പാപം ചെയ്ത് ദൂതന്മാരെ ഇട്ട സ്ഥലമാണ് ഗ്രീക്ക് ഭാഷയിൽ ടാർട്ടറസ് എന്നുള്ളത്. അതിനെ ഹെൽ എന്ന ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയ വചനമുണ്ട്. അതിൻ്റെ മലയാളമാണ് നരകം. അപ്പം അങ്ങനെയാണെങ്കിൽ അന്ന്
ഒടുക്കത്തെ നാളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ സമുദ്രത്തിൻ്റെ സീന്നാണ്, അതിന് മാറ്റമില്ല. അത് ഏത് ഭാഷയാണെങ്കിലും അത് പഠിക്കുക. മരണമെന്നുള്ളത് മരിച്ചു പോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, മരണവിധിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നരകവിധിയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് മരണത്തിന് തക്ക പാപമുണ്ട്, അവരെക്കുറിച്ച് അപേക്ഷിക്കണമെന്നില്ല എന്ന്. മരണത്തിനല്ലാത്ത പാപമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തള്ളിക്കളഞ്ഞാൽ, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുന്നത്, റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മടങ്ങി വരവില്ല. അവരെയാണ് നരകവിധിക്ക്, അഥവാ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ പോകുന്നത്. പാപം ചെയ്ത ദൂതന്മാർ പോകുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെയുടെ മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് മരണത്തിന് തക്ക പാപം ചെയ്യുന്നവരെയാണ്. അതല്ലാതെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടു പോകുന്നതിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മരണം തങ്ങളുടെ ഏൽപ്പിച്ചു കൊടുത്തതിന് അർത്ഥം അത് മരണത്തിൽ പാപം ചെയ്ത ദൂതന്മാർക്ക് തുല്യമായി പാപം ചെയ്യുന്ന, കഠിന പാപം ചെയ്യുന്നവരെയാണ് മരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെ വെച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഹെല്ലെന്നാണ്. അതിന് ഡാർട്രസ് എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്. മലയാളത്തിന് നരകമെന്ന് പറയുന്നു. അപ്പം അതിന് ഉദാഹരണമായിട്ട് അങ്ങനെ ഒരു ആൾക്കാർ ഉണ്ടെന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കാം. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏതനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപമുണ്ട് താനും. മരണത്തിനല്ലാത്ത പാപമുണ്ടെന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകാനുള്ള അല്ലാത്ത പാപമുണ്ട്. പാതാളത്തിലേക്ക് ധനവാൻ പോയത് പാതാളത്തിലാണ് പോയത്. ദിവ്യാഗ്രഹം കൊണ്ട് പോയി തലകുത്തി വീണത് അഗ്നരകത്തിലേക്കല്ല പോയത്, നരകത്തിലേക്കല്ല പോയത്. ദിവ്യാഗ്രഹം കൊണ്ടായിരുന്നവൻ പോയത് പാതാളത്തിലേക്കാണ് പോയത്. അവന് വേണമെങ്കിൽ മടങ്ങി വരാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വിശ്വാസമുഖമേ, ഇതിനകത്ത് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് ദൈവമക്കളാണ്. നാം മരണത്തിന് തക്ക പാപം ചെയ്താൽ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് മനഃപൂർവ്വം പാപം ചെയ്താൽ, നമ്മൾ റിജക്റ്റായി കഴിഞ്ഞാൽ കയ്യിനെ പോലെയാണ്. നാം മരണത്തിന്, നരകവിധിക്ക് യോഗ്യരായിത്തീരും. മരണാനന്തരം എത്തിച്ചേരുന്നത് നരകത്തിലായിരിക്കും. നിത്യനരകാഗ്നിയിൽ പിശാചിൻ്റെ മക്കളായി സാത്താൻ്റെ കൂടെ കിടക്കേണ്ടത് വരും. ഇന്ന് രാത്രി ഞാൻ ഈ വചനം അവസാനിപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഹേഡസ് ഉണ്ട്, അതിനെ അധമപാതാളമെന്ന് പറയുന്നു. ഹെല്ലുണ്ട്, അതിനെ ഡെത്ത് എന്ന് പറയുന്നു. ഡാർട്രസ് എന്ന് പറയുന്നു. സീ ഉണ്ട്, സമുദ്രമുണ്ട്. ഹെവൻസ് ഉണ്ട്, 1, 2, 3 സ്വർഗമുണ്ട്. അണ്ടർ ദ എർത്ത് അല്ലെങ്കിൽ അണ്ടർ ദ വാട്ടർ ഉണ്ട്, അത് ഭൂമിക്ക് കീഴിൽ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഭാഷകളുടെ ബന്ധത്തിലുള്ള സംശയം മാറിയ ഞാൻ വിശ്വസിക്കുന്നു. രാത്രിയിൽ ഈ ആമുഖത്തിൻ്റെ കാര്യം എടുത്ത് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഭാഷകളുടെ വിഷയത്തിലുള്ള സംശയങ്ങളോ ഇതിനെ യോജിച്ചു പോകാൻ കഴിയാതിരുന്ന സംശയങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ മാറി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയും ഇത് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ന്യായമായിട്ടുള്ള സംശയങ്ങൾ ആർക്കെങ്കിലും കേൾക്കുന്നവർക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ഹീബ്രു, ഗ്രീക്ക് ഏത് ഭാഷയും എടുത്ത് പഠിച്ചോ. പഠിച്ചതിന് ശേഷമായി മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അതിനോട് ബന്ധത്തിൽ പഠിപ്പിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് രാത്രി 8 മരണാന്തകളെക്കുറിച്ച് പഠിപ്പിച്ചതിൽ മീതിയുള്ള പാതാളത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. അത് അപ്പർ ഹേഡസ് ആണ്, അതിപ്പോൾ ഇല്ല. അത് വെളിപ്പാട് പറഞ്ഞിട്ടില്ല. വെളിപ്പാട് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ, ഭൂമിയിൽ, ഭൂമിക്ക് കീഴിൽ, സമുദ്രത്തിൽ ഉള്ള ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. മരിച്ചാൽ നിത്യജീവനുമായ ദൈവമായിട്ട് ബന്ധമുള്ളവർ ദൈവത്തെ സ്തുതിക്കുന്ന ശിക്ഷയുള്ളിടത്തേക്കാണ് പോകുന്നത്. മരണവും പാതാളവും നിന്നെ സ്തുതിക്കുന്നില്ല. മരണവും പാതാളവും എന്ന് പറഞ്ഞാൽ നരകത്തിലും പാതാളത്തിലും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ദീനരോധനങ്ങളാണ്, കരച്ചിലാണ്, വലിയ ദുഃഖമാണ്. അവസാനമായി മൗനത്തിലേക്ക് പോകും. നമുക്കറിയാമല്ലോ, ഇവിടെ ദുഃഖം കൂടിക്കഴിയുമ്പോൾ അനേകരും മിണ്ടാതിരിക്കത്തില്ല, മൗനമായി പോകത്തില്ലേ. രാത്രി പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ മൗനവാസം തൽക്കാലത്തേക്കുള്ളൂ. എന്നാൽ മരണാനന്തരം പാതാളത്തിലും മരണത്തിലും നരകത്തിലും എത്തിക്കഴിഞ്ഞാൽ നിത്യമായ മൗനത്തിലേക്ക് പോകും. ദൈവം വെച്ചാൽ അടുത്ത ദിവസം
മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. എന്താണ് മരണത്തെ ശേഷമുള്ള അവസ്ഥ? പരസ്പരം കാണാൻ കഴിയുമോ, മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ള വിഷയങ്ങൾ, ഏത് ശരീരമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് ദൈവം വരുന്ന അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള പഠനത്തിലേക്ക് പോകുന്ന ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസനയിൽ ഏൽപ്പിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഈ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത ലഭിച്ചിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഭാഷയുടെ ഏതെങ്കിലും പേര് പറഞ്ഞ്, ഹിന്ദിയുടെയോ ഹിബ്രുവിൻ്റെയോ തമിഴിൻ്റെയോ മലയാളത്തിൻ്റെയോ ഗ്രീക്കിൻ്റെയോ പേര് പറഞ്ഞ് ഒരിക്കലും സത്യവചനത്തെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വചനത്തിന് വിരാമമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.